We have spiritual strength എന്നുകൊണ്ട് also spiritual strength. നമുക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് കൊണ്ട് നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. We have both physical and spiritual strength. പിന്നെ എന്തിനാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? 5 years back, ഒരു പെൺകുട്ടി എന്നെ വിളിക്കാൻ ഇടയായി തീർന്നു. a young girl called me. വലിയ സങ്കടത്തോടെ വിളിക്കുന്നത്. She was very sad. കുറേ വർഷങ്ങളായിട്ട് ഒരു പെൺകുട്ടി ഈ IELTS എക്സാം എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക, പാസ്സാകാൻ വേണ്ടി. Because for many years she was trying to pass the IELTS നല്ല exam. മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്, പഠിക്കാനൊക്കെ മിടുക്കിയാണ്. She was very clever and good in her studies. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എക്സാമിന്റെ സമയമാവുമ്പോൾ മൈൻഡ് എല്ലാം ബ്ലാങ്ക് ആയി പോകും. But no matter how hard she tried, every time she wrote the exam her mind would go blank. ടീച്ചേഴ്സ് എല്ലാം പറയും ഭയങ്കര ബ്രില്യന്റ് ആണ്. All the teachers would say she's such a brilliant child. അതുകൊണ്ട് എത്ര പഠിച്ചാലും കറക്റ്റ് ടൈം ആവുമ്പോൾ മൈൻഡ് ബ്ലാങ്ക് ആയി പോകും. So no matter how much she studies, when she appeared for the exams her ഈ mind. പെൺകുട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി, പക്ഷെ ഒരു മാറ്റവും ഇല്ല. So she started reading the word, praying, but no change in her life. ഒത്തിരി പ്രയർ സെന്ററുകൾ ഇങ്ങനെ നമ്മുടെ കോച്ചിങ് സെന്ററുകൾ മാറാൻ തുടങ്ങി. And she went to many coaching centers to study. എന്നിട്ടും ജയിക്കുന്നില്ല ആള്. But she's still not able to pass കൂടെ പഠിച്ചവരെല്ലാം ഓസ്ട്രേലിയക്ക് പോയി. And all those who studied with her or passed the exam and went to Australia. നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ നോക്കണം. ഒരുമിച്ച് പഠിച്ച എല്ലാവരും ഈ പെൺകുട്ടിയേക്കാൾ മാർക്ക് കുറവുള്ളവർ പോലും അവിടെ എന്ത് ചെയ്തു, അവര് അബ്രോഡിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി. So can you imagine her mental state? All those who had less marks than her, less clever than her, all passed the exam and went to Australia. അപ്പോൾ ആരോ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. So somebody gave her my number and she called me. എന്നോട് പറഞ്ഞു, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. And she told me, brother, can you pray for me? അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഒത്തിരി പ്രാർത്ഥിച്ചതാന്ന് പറഞ്ഞു. And she said, I have prayed a lot regarding this. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? So I thought, is there any more need of prayer? You tell me. ഇനി ഒരു ടീച്ചറിന്റെ ആവശ്യമുണ്ടോ? Does she need another teacher now? അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്താണ് ഈ സഹോദരിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടത്? So I asked Holy Spirit, what does this young girl need now? ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് How ചോദിച്ചു. can I help her now? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു വാക്യം, So Holy Spirit told me this ഫിലിപ്പിയർക്ക് verse. എഴുതിയ ലേഖനം Philippians അതിന്റെ 4-ാം അധ്യായത്തിന്റെ chapter 4. വേഴ്സ് 13 എടുക്കാവോ? വേഴ്സ് 13. Philippians chapter 4 verse 13. I can do all things through him who gives me strength. എൻ്റെ വേർഷങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുന്നത്, I can do all things through Christ Jesus who strengthened me. I can do all things through Christ Jesus who strengthens me. അപ്പോൾ ഈ വചനം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു. So I gave her this verse. അപ്പോൾ എന്നോട് പറഞ്ഞു ഒത്തിരി വചനം വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. She said, I read a lot of the words from the Bible. ഞാൻ പറഞ്ഞു ഈ ഒരു വാക്യം സ്പെസിഫിക് ആയിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണ്. But I gave her this particular verse from Philippians 4:13. അപ്പോൾ ഓക്കേ, This is what the Holy Spirit is giving you. പക്ഷേ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുന്നതും പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. But when you proclaim or speak out this verse, it's different to just reading from the Bible. വചനം നിങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ വചനവും നിങ്ങളുമായിട്ട് കണക്ട് ആകണം. If the word of God has to work in your life, there should be a connection between the word and you. ഇപ്പോൾ നിങ്ങൾ നോർമൽ ഒരു ബൈബിൾ വായിക്കുവാണെങ്കിൽ I can do all things through Christ Jesus who strengthened me എന്ന് കൊടുത്തേക്കുന്നത് അല്ലേ? If you just read the Bible, you'll just read, I can do all things through Christ who പക്ഷേ strengthens me. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? But what is it you can do? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? What is your need? അതുമായിട്ട് വചനം കണക്ട് ചെയ്യണം. The word has to connect with you. അപ്പോൾ ഞാൻ ഈ സൗണ്ട് പറഞ്ഞു, ഞാൻ പറയേണ്ടത് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് പരീക്ഷയിൽ ഞാൻ ജയിക്കും. So I told this young girl, now say, I can do all things through Christ because he is there to strengthen me. I will pass this ഡു exam. എന്നുള്ളത് ബ്രാക്കറ്റിലാക്കി. So the do, she to put it in bracket. അപ്പോൾ എന്താണ് ആവശ്യം? എക്സാം പാസ്സാകണം. So what is her need? To pass this exam. ആ സഹോദരിക്ക് She needs strength to pass this exam. അപ്പോൾ ഈ വചനം ഇങ്ങനെ പറയാൻ തുടങ്ങി. So she started proclaiming this verse. അപ്പോൾ പഠിക്കുന്ന സമയത്ത് സാധാരണ പോലെ ബൈ ഹാർട്ട് ആക്കാൻ തുടങ്ങി. So she started memorizing this verse. പക്ഷെ എന്നെ വീണ്ടും വിളിച്ച് എക്സാം സെന്ററിൽ എത്തിയപ്പോൾ ശരീരമെല്ലാം ഷവർ ചെയ്യാൻ തുടങ്ങി. But when she reached the exam center, she called me again because her body was shivering. പരീക്ഷ എഴുതാൻ കഴിയില്ല. She is not able to write this exam. എന്ന് പറഞ്ഞു, ബ്രദർ എൻ്റെ മൈൻഡ് എല്ലാം ബ്ലാങ്ക് ആവുന്നു. And she said, brother, my mind is going blank again. ഞാൻ പറഞ്ഞു ആ വചനം കൗണ്ട് ചെയ്യാൻ പറഞ്ഞു.
So I said, please repeat that verse again. എന്നത് വരെ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞു. And I told her, keep repeating till the exam starts. Don't stop saying this. ന്യൂസ് പറയാൻ തുടങ്ങി. So she continuously started repeating, I can do all things through Christ who strengthens me. I can do it. എക്സാം എഴുതുന്നതിന്റെ ടൈം ആയപ്പോ, കറക്റ്റ് ടൈം ആയപ്പോ, Up to the point where she was going to write the exam, her mind, which was blank right up to that point, started being filled. She started remembering everything that she had studied. Many times she had tried and she couldn't pass, but now the exam became easy for her. ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ട് എക്സാം പാസ്സായി. For the first time in all these years, she passed the നിങ്ങൾ exam. നോക്കി, ഈ ഒറ്റ വചനം അവർക്ക് സ്ട്രെങ്ത് ലഭിച്ചു. Just this one verse gave her the strength. അപ്പൊ ആ വചനത്തിന്റെ അകത്തിരിക്കുന്ന ശക്തിയെ, So the power in the word of God, നിങ്ങൾക്കറിയാം, പിശാചിന്റെ ആഗ്രഹം, ഇവളുടെ ഏറ്റവും വലിയ ഡിസയർ എന്ന് ചോദിച്ചാൽ, the desire of the devil is അവള് പരീക്ഷ ജയിക്കരുതെന്ന്. that she should not pass this exam. So he understood her weakness മൈൻഡിനെ ബ്ലാങ്ക് ആക്കും. and her mind would become എന്നാൽ blank. വചനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ But the power of the word അത് നിങ്ങൾക്ക് സ്ട്രെങ്ത് തരുന്നതാണ്. gives strength to us. നിങ്ങൾക്ക് എന്താണോ കഴിയാത്തത് അതിന്റെ മേൽ സ്ട്രെങ്ത് തരുന്നതാണ്. What was impossible for you, അപ്പൊ the word gives you ആ strength. സഹോദരി വചനം പറയാൻ തുടങ്ങിയപ്പോൾ, So the sister or young girl started repeating this verse. She received the strength അപ്പൊ from the Lord. ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കുവാൻ So to get the strength from the Lord, നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. so the word of God helps us receive the strength ഇന്ന് from ഇവിടെ the ഇരിക്കുന്ന Lord. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ വേണ്ടി പോവുകയാണ്. All those who are here, your lives is going to turn പരിശുദ്ധാത്മാവിന്റെ around. ശക്തി ഇവിടെയുണ്ട്. The power of Holy Spirit is here. ദൈവത്തിന്റെ വചനം നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. The word of God is performing. അസാധ്യങ്ങൾ സാധ്യമാകുക തന്നെ ചെയ്യും. The impossible is going to become possible for നിങ്ങളുടെ us. രോഗങ്ങൾ സൗഖ്യമാകുക തന്നെ You are ചെയ്യും. going to be healed of your sickness and diseases. നിങ്ങളുടെ ഫ്യൂച്ചർ ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആകാൻ വേണ്ടി And പോവുകയാണ്. your future is going to turn around for നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്തായിരുന്നു? What was the first verse that we read? അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് എന്ത് കൊടുക്കും? He gives strength to the weary, or in another translation, he gives power to the faint. നോക്കിക്കേ, ആരാണോ വീക്ക്നെസ് ആയിട്ടിരിക്കുന്നത്, എവിടെയാണോ നിങ്ങൾക്ക് വീക്ക് ഉള്ളത്, അത് ഏത് ആയിക്കോട്ടെ, സ്പിരിച്വലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, പരിശുദ്ധാത്മാവിന്ന് വചനത്തിലൂടെ നമുക്ക് സ്ട്രെങ്ത് തരാൻ പോവുകയാണ്. No matter where you're weak, whether it's physical or spiritual, Holy Spirit is going to strengthen you today. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം chapter 5 verse 28. Matthew chapter 5. Mark chapter 5 verse 28. For she said, if I may touch but his clothes, I shall be whole. And straightway the fountain of her blood was dried up, and she felt in her body that she was healed of that plague. ആമേൻ. ഇവിടെ വചനം പറയുന്നു, ആ സ്ത്രീ യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് യേശുവിനെ തൊട്ടു. So she touched Jesus' clothes by saying, if I may touch his clothes, I'll be healed. അടുത്ത വാക്യത്തിൽ, And straightway the fountain of her blood was dried up, and she felt in her body that she was healed of that plague. അടുത്ത വാക്യം 30. And Jesus immediately knew in himself that virtue had gone out of him, turned him about in the press, and said, who touched my clothes? അപ്പോൾ യേശുവിന് മനസ്സിലായി, യേശുവിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടു. So Jesus understood that a power had left him. ഇന്ന് ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ റിസ്റ്റോറേഷൻ. Today our restoration comes from the power of the നിങ്ങൾ Lord. ഓർത്തോണം, ദൈവത്തിന്റെ ഒരു ശക്തി വെളിപ്പെട്ടാൽ ലൈഫ് ചേഞ്ച് ആവും. So let's remember that if the power of the Lord comes upon us, നിങ്ങൾ our lives will നിങ്ങൾ change. ചെയ്യുക, ആ ഒരു രക്തസ്രവക്കാരിയായ സ്ത്രീ ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു. Can you imagine that lady who had the issue of blood, if she is here in our midst? വർഷങ്ങളായിട്ട് രോഗത്തിൽ നിൽക്കുക. For years she's been suffering from this. ഒന്നൊന്ന് കാണാൻ പറ്റും, നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും, വിശ്വാസം കാണും. ഒരു സ്ത്രീ, ഒരു സഹോദരി ഇവിടെ നിൽക്കുക ഇവിടെ. Can you imagine in your mind that lady for the last 12 years has been suffering with the issue of blood. നോക്കിക്കേ, ഈ ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂ ആയിട്ട് സഹോദരിക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല. And because she has this problem of bleeding, she cannot go anywhere. ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറുന്നില്ല. And she had taken all sorts of treatments, but she was still not healed by this. വല്ലാത്തൊരു ജീവിതമല്ലേ സഹോദരിയുടെ. What a life she must be leading. Can പക്ഷെ you imagine? ഒരു ദിവസം ആ സഹോദരി തീരുമാനിച്ചു, But one day she made a decision ഞാൻ യേശുവിനെ തൊടും, that I will touch Jesus. ഞാൻ സൗഖ്യമാകും. I will be healed.
അപ്പൊ ഒരു ഡോക്ടർക്കും കഴിയാത്തത് ചെയ്യുന്ന ഒരാളാണ് യേശു. So Jesus does what no doctor can do. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ ആ സഹോദര അവസ്ഥ നോക്കിക്കേ, ആരാണ് യേശു? So who is Jesus? ബൈബിൾ പറയുന്നു വചനം ജഡമായി തീർന്നതാണ്. Word of God says, Word became flesh. നോക്കിക്കേ, വേർഡ് ബിക്കം ഫ്ലഷ്. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ വചനം ഒരു ശരീരത്തിൽ ഇറങ്ങി വന്നതാണ് യേശു. The word of God that is in your hand, the അപ്പൊ word became ഈ flesh. സഹോദരി യേശുവിനെ തൊടുക എന്ന് പറഞ്ഞാൽ തൊടുകയാണ്. So this woman, she's touching Jesus. That means she's touching the word. പക്ഷേ ആ സഹോദരി ഉപയോഗിച്ചൊരു ട്യൂൺ ശ്രദ്ധിച്ചോണം. But can you focus on the tool that she's used? അതിന് 28 വായിക്കുക. Verse 28 says, For she said, If I may touch but his clothes, I shall be whole. നോക്കിക്കേ, ഞാൻ എന്റെ ഇരുന്ന വാക്യം ഞാൻ യേശുവിനെ തൊടും, ഞാൻ സൗഖ്യമാകുന്നു കൊടുത്തേക്കുന്നത്. She says, I will touch Jesus and I will be healed. ഡിഫറെന്റ് വേർഷൻ ആണത്. ഞാൻ യേശുവിനെ തൊടും, ഞാൻ സൗഖ്യമാകും. She says, she decides, I will touch Jesus and I will be healed. നമുക്കറിയാം ബൈബിളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്ന, ചിലയിടങ്ങളിൽ കാണാൻ പറ്റുന്ന വാക്ക് യേശുവിനെ തൊടുവാൻ എല്ലാവരും വരുക. So in many portions in the Bible we can see many people, the crowd is coming to just touch Jesus. കാര്യം ബൈബിൾ പറഞ്ഞു ഹീലിംഗ് പവർ വെന്റ് ഔട്ട് ഫ്രം ഹിം. Because the word of God says healing power left him. നിങ്ങളെ വാക്കുകൊണ്ട് ഹീലിംഗ് പവർ വെന്റ് ഔട്ട് ഫ്രം ഹിം. യേശുവിൽ നിന്നും ശക്തി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. Power left him. The power started flowing out of Jesus. നമ്മൾ ഇരിക്കുന്ന മുറിക്കകത്ത് ഈ ശക്തി വ്യാപരിക്കുന്നുണ്ട്. In this room also the power is here. എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയും എന്തോ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. Holy Spirit is telling me that something is going to ഇതിന്റെ happen അകത്ത് here today. ആരാണോ വേർഡ് ടച്ച് ചെയ്യുന്നവർ, Those who touch the word, ആരാണോ ദൈവത്തെ ടച്ച് ചെയ്യുന്നവർ, all those who are going to touch God, ലൈഫ് ചേഞ്ച് ആകാൻ പോവുകയാണ്. their life is going to change. ആമേൻ. Amen. Amen. ഒരു 2 മാസം മുമ്പ് 2 months back, പരിശുദ്ധ പറഞ്ഞു, Holy Spirit told me, ഞാൻ നിന്റെ മേൽ മൾട്ടി കൾച്ചർ അനോയിന്റിംഗ് പകരാൻ പോവാന്ന് I'm പറഞ്ഞു. going to give you multicultural anointing. അപ്പൊ ഞാൻ ഏത് ലാംഗ്വേജ് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ അങ്ങനെയാക്കി മാറ്റും. So whichever language I use, the Holy Spirit will touch you. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ ലാംഗ്വേജ് പഠിക്കാൻ പോവാ. I said something that you are going to learn my language. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാനിപ്പം എന്താ പറയുക, ഞങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും മിക്സ് ചെയ്താ പറയുന്നത്. Right now we are speaking both in English and Malayalam. ഈ അനോയിന്റിംഗ് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ വർക്ക് ചെയ്യാൻ തുടങ്ങും. After some time this anointing will start working. ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ And when this starts working, നിങ്ങൾക്ക് എന്റെ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. you will have to learn my language. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മൾട്ടി കൾച്ചർ അനോയിന്റിംഗിൽ മൾട്ടി ലാംഗ്വേജിനെ പരിശുദ്ധാത്മാവ് തരും. Or in multicultural anointing is going to give me ഇതിലേതെങ്കിലും സംഭവിക്കും. multicultural language. One of these things are going to കാര്യം happen. ബൈബിൾ പറഞ്ഞ് പത്രോസിലേക്ക് അറേബ്യൻ അറിയത്തില്ല, Because the word of God says Peter doesn't know പക്ഷേ Arabic അറേബ്യരുടെ language. ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. But he started speaking in the Arabic language. ശക്തി എന്ന് പറയാൻ കാരണം, The reason I said this, ഈ ശക്തി വന്നാൽ നിങ്ങൾ ടോട്ടൽ ചേഞ്ച് ആയി തീരും. when this power comes, you will completely change. ഈ ഉണ്ടാവും. When this power comes, it will change each one of you. ഞാൻ ഒരു ദിവസം 3-4 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരാളായിരുന്നു. At one point in my life, I used to smoke 3 or 4 packets of cigarettes. അതിൽ കൂടുതലുണ്ട്, കണക്കാണ്. I used to maybe smoke more than that. ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. I tried a lot to stop it. നീണ്ട വർഷങ്ങൾ ട്രൈ ചെയ്തു. Many years I tried. എന്റെ ഓർമ്മയിൽ ഞാനൊരു 14-13 വയസ്സിൽ ആരംഭിച്ചതാണ്. I think I started at the age of 13-14. പിന്നെ ഇത് ട്രൈ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. And though I was trying to stop, I could not stop. ഒരു ദിവസം ഞാൻ smoking. പരിശുദ്ധാത്മാവുമായിട്ട് എനിക്ക് ഒരു എൻകൗണ്ടർ ഉണ്ട്, ഒരു ശക്തി. So one day I had an encounter with Holy Spirit. എനിക്ക് സിഗരറ്റിനോട് ഇൻട്രസ്റ്റ് വരുന്നില്ല. After that I had no interest to എനിക്ക് smoke. സ്മോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. I could not smoke. എനിക്ക് വചനത്തോട് I had a taste for the word of God. I had an attraction towards the word of നീണ്ട God. 14 വചനത്തിൽ എൻജോയ് ചെയ്യുക. And for the last 14 years I'm enjoying the word അപ്പൊ of എന്നെ God. അതിശയിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ചേഞ്ച് വന്നു. And what amazed me is how did I change in just one day? പവർ ഓഫ് ഗോഡ്. This is the power of God. ഈ ശക്തിയാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉള്ളത്. And this power, the same power is amongst us നമുക്ക് ഈ today. രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ So
here, the woman with the issue of blood, she touched Jesus. വിത്തിൻ സെക്കൻഡുകൾക്കകത്ത് സൗഖ്യമായെങ്കിൽ Within seconds, she was healed. അപ്പൊ യേശു ക്യാരി ചെയ്യുന്ന പവർ എത്ര So അധികമാണ്. can you just imagine the power that Jesus ബൈബിള് carries? പറയുന്നു വേർഡ് ബിക്കം ഫ്ലഷ്. Word of God says, Word became flesh. ഈ ബൈബിള് തന്നെയാണ് ദൈവം, This Bible is, ഇത് തന്നെയാണ് യേശു. and this is Jesus. ഞാനൊരു വാക്യം നമുക്ക് ശേഷം Let's turn to Luke അതിന്റെ 1-ാം അധ്യായം chapter 1. നമുക്ക് വേഗത്തിലെടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം Luke chapter 1, അതിന്റെ 35. 1:35. And the angel answered and said unto her, The Holy Ghost shall come upon thee, and the power of the highest shall overshadow thee. Therefore also that holy thing which shall be born of thee shall be called the Son of God. പലരും ചോദിക്കും, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ സംശയം വന്നേക്കാം, എന്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമോ? Sometimes you may have this doubt, will there ever be a change in my life? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Do any of you have this doubt in your heart that How many people will God will do miracle for you? How many people will? Raise your hand please. Raise your hands if you think your God is Amen. going to do something for you. നമുക്കറിയാം ബൈബിളിന്റെ ബേസ് തന്നെ We know that the base of the word of God അസാധ്യങ്ങൾ is സാധ്യമാകേണ്ടതാണ്. that the impossible will become possible. അതുപോലത്തെ ഒരു സാധ്യതയാണ് നമുക്ക് ഇവിടെ വായിക്കാൻ വേണ്ടി പോകുന്നു. വായിക്കാം സിസ്റ്ററെ. Luke chapter 1 Luke verse chapter 1 verse 35. 35. The angels answered, The Holy Spirit will come on you, and the power of the Most High will overshadow you. So the Holy One to be born will be called the Son of God. നിങ്ങൾ നോക്കിക്കേ, ഒരു വെർജിൻ ആയിട്ടുള്ള വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ. So here we see a virgin lady. നിങ്ങൾ നോക്കുക, ഹോളി മേരിയെ പറ്റിയാണ് ഇവിടെ We പറഞ്ഞിരിക്കുന്നത്. are speaking about Holy Mary. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ When the power of Holy Spirit came upon her, അവിടെ ഒരു ജീവൻ ഉണ്ടായി വരികയാണ്. there is life. ഒരു ജീവൻ ഉണ്ടായി A വരികയാണ്. life is being born. നോക്കിക്കേ, ഈ ജീവൻ ഉണ്ടാകുവാൻ ഒറ്റ കാര്യമാണ് അവിടെ സംഭവിച്ചത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു. Only one thing happened for this life to come in her, and that is the power of the Holy Spirit. നമ്മളൊരു കാര്യം വായിച്ചു. ഒന്ന്, ഒരു രോഗമുള്ള സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ Just before we read, അവിടെ രക്തസ്രാവം നിന്നു. that lady for 12 years she was suffering with bleeding. When she touched Jesus, she was healed. നമുക്കറിയാം ഈ നമ്മുടെ എന്താ പറയുക, സയൻസ് വളരും തോറും As science is improving every day, ഈ ബൈബിളിനെ പറ്റി പറഞ്ഞത് ഫേക്ക് ആണെന്നാ പറയുന്നത്. people say that the word of God is fake. കാര്യം ടെക്നോളജി വളരും തോറും നമുക്കറിയാൻ പറ്റും, ഒരു വെർജിൻ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കൺസീവ് ആകാൻ കഴിയത്തില്ല. Because if we look through the eyes of science, there's no way that a virgin can conceive. അപ്പൊ ഇതൊരു ഫേക്ക് ആണെന്നാണ് ആളുകൾ പറയുന്നത്. So people started saying that the word of God is fake. എപ്പോഴും ഓർത്തോണം, ലോകത്തിന്റെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ജ്ഞാനം. Always think the wisdom of the world is not the wisdom of God. ദൈവം നിൽക്കുന്നത് ശക്തി കൊണ്ടാണ്. God's power is there. ഇന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്, കർത്താവ് എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ, And today if we believe that Jesus is going to do a miracle for ഒരു us, സാധ്യതയുമില്ലെങ്കിലും even if your situation is next to impossible, ദൈവത്തിന്റെ ശക്തി കൊണ്ട് അത് നടക്കും. through the power of God that is going to become possible. ദൈവത്തിന്റെ ശക്തി കൊണ്ട് അസാധ്യങ്ങൾ സാധ്യമാകും. Through the power of God the impossible is going to become possible. ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് It's പറയുന്നത്. the power of God that's going to do this miracle. ഫോക്കസ് എപ്പോഴും ദൈവത്തിന്റെ ശക്തിയാൽ നടക്കും. So our focus should always be on the power of God. അപ്പൊ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് തന്റെ വചനത്തിലൂടെയാണ്. So God's power manifests through the word of God. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ആദ്യം പറഞ്ഞ ടെസ്റ്റിമണിക്ക് നിങ്ങൾ കേട്ടല്ലോ, ആ സഹോദരി കൗണ്ട് ചെയ്യാൻ തുടങ്ങി വചനത്തെ. So remember the first കൗണ്ട് ചെയ്യല്ല, testimony. പ്രൊക്ലെയിം ചെയ്യുക. The first testimony I mentioned that the young girl started repeating the verse. നോക്കിയേ, ഈ സഹോദരി പ്രൊക്ലെയിം ചെയ്യാൻ തുടങ്ങി. She started proclaiming the word of God. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ പരീക്ഷ ജയിക്കും. That I will pass this exam through Christ who strengthens me. നോക്കിക്കേ, ഈ സഹോദരൻ മൈൻഡ് എപ്പോഴും ബ്ലാങ്ക് ആയിക്കൊണ്ടിരിക്കുക. Her mind was always becoming blank every time പക്ഷെ she wrote കണ്ടിന്യൂസ് വേർഡ് പ്രൊക്ലെയിം ചെയ്യാൻ തുടങ്ങിയപ്പോ, when she continuously proclaimed the word of God, ഈ വചനത്തിന്റെ സ്ട്രെങ്ത് the power of the word, ഈ ശരീരത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങി. it started manifesting in her body. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ വചനം കൗണ്ട് ചെയ്യുമ്പോ When you repeat the word of God, ഈ വചനത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കാൻ the തുടങ്ങും. power of the word of God is going to manifest in your body. എനിക്കറിയാവുന്ന ഒരു പ്രാർത്ഥനയുള്ള ഒരു സഹോദരി I know a lady
ഭയങ്കര ഫിനാൻഷ്യൽസുകളിലൂടെ കടന്നു പോകുമായിരുന്നു. She was going through financial crisis. അപ്പൊ ഞാൻ ഈ വചനം ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. മിറക്കിൾ മണി അഥവാ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എങ്ങനെ ഉണ്ടാകുമെന്ന് ബൈബിളിൽ നിന്ന് പഠിപ്പിക്കാൻ So തുടങ്ങി. I started teaching her from the word of God how to have a financial breakthrough. അപ്പൊ ഈ സഹോദരി ഓർത്തത് ഇത് കഴിയുമ്പോഴേക്കും ബ്രദർ എന്തെങ്കിലും കൊടുക്കുമെന്നാണ് വിചാരിച്ചത്. So she thought that after this, brother will give her something. വളരെ നിരാശയായി പോയി. She became very disappointed. ഞാൻ പറഞ്ഞു ഒറ്റ വഴി ഞാൻ പറഞ്ഞു തരാം. ഈ വചനം കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മിറക്കിൾ മണി ഉണ്ടാവും ഞാൻ പറഞ്ഞു. So I told her the only solution is keep repeating the word ഫിനാൻഷ്യൽ of God. ബ്രേക്ക് ത്രൂ എന്ന് You പറഞ്ഞു. will have a financial breakthrough. വളരെ സങ്കടത്തോടെ ഇരുന്ന സഹോദരി എന്ത് ചെയ്തു? ആ വചനം ഇങ്ങനെ ഒരു നോട്ട് ബുക്ക് എഴുതാൻ തുടങ്ങി. So she was very sad, but she started writing the word in her notebook. പറഞ്ഞുകൊണ്ട് എഴുതാൻ തുടങ്ങി. And she said, she's repeated it, proclaimed it, and wrote it. കണ്ടിന്യൂസ് എഴുതാൻ തുടങ്ങി. Continuously she started writing. ഭയങ്കര വലിയ ബുദ്ധിമുട്ടിലായിരുന്നു സഹോദരി പോയിക്കൊണ്ടിരുന്നത്. She was going through great financial trouble, പക്ഷെ കണ്ടിന്യൂസ് പറയാൻ തുടങ്ങി. but she kept repeating it. ഇതിങ്ങനെ എഴുതി എത്രയെന്ന് എനിക്കറിയത്തില്ല, എഴുതിയെന്ന് എനിക്കറിയത്തില്ല. I don't know how many times she wrote it. എത്ര വട്ടം കൗണ്ട് ചെയ്തെന്ന് അറിയത്തില്ല. I don't know how many times she counted it. പക്ഷെ നേരം വെളുത്തപ്പോ But in the morning, ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ്, somebody called her. അവരുടെ മനസ്സിൽ തോന്നുവാണ് Somebody called and said, I feel like ഇവർക്ക് വേണ്ടത് എത്രയാണോ to give this lady how much she. അത്രയും തുക തരാൻ ആരോ മനസ്സിൽ പറയുവാണ്. Somebody called her as this person is saying, somebody is telling me to give you as much as you need. an exact amount നോക്കിക്കേ. The exact amount that she needed. നോക്കിക്കേ, മറ്റൊരാളുടെ ഹൃദയത്തിൽ കർത്താവ് തോന്നിപ്പിക്കുക. So the Lord had touched somebody else's heart and given that thought to give. എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? Do you know what happened here? എഴുതിയത് കൊണ്ടല്ല, It's not because she wrote it, ആ സഹോദരി പറയുവാൻ തുടങ്ങി. because she started proclaiming. ഈ വചനം പറയുവാൻ തുടങ്ങിയപ്പോൾ She started proclaiming the ഈ word of God. വചനത്തിന്റെ അകത്തുള്ള സ്ട്രെങ്ത് The strength from the word of അല്ലെങ്കിൽ God. ശക്തി, അതിന്റെ പവർ എന്ത് ചെയ്തു? Power of the word of God മിറക്കിളായി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. started manifesting as her miracle. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, So those who believe in Jesus Christ, ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ ബേസ്. it's the power of God that is our നിങ്ങൾ ഈ foundation. വചനമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്ത വന്നൊക്കെ ഇതെങ്ങനെ സംഭവിക്കാൻ എന്റെ ലൈഫ് When you read the word, you might think, how is this going to happen in my ഒന്നും life? മാറാൻ Nothing is going to change in my life. പോകില്ല. Just because you read it, your life is not going to change. കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ Continuously when you proclaim ആ it, സഹോദരി പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു me. she kept repeating, I can do all things through Christ. who ഇതിങ്ങനെ strengthens me. കണ്ടിന്യൂസ് പറയാൻ തുടങ്ങി. Continuously she started saying ഞാൻ യേശുവിന്റെ നാമത്തിൽ പരീക്ഷ ജയിക്കും. that I will pass in the name of Jesus. ആ സഹോദരി വർഷങ്ങളായിട്ട് നടക്കാത്തത്, And for many years what was impossible, പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, even people had prayed for her and it was not ഇനി happening. കേട്ടോണം, റൈറ്റ് വേർഡ് വന്നപ്പോ, When the right word touched her, ഞാൻ റൈറ്റ് വേർഡ് കൊണ്ട് റോങ് വേർഡ് എന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ റോങ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ടൈമുണ്ട് വചനം. so I'm not saying there's a right word and a wrong word. നമുക്ക് വരും ദിവസങ്ങളിൽ മുന്നോട്ട് ഇനി ദൈവം അനുവദിച്ചാൽ നമുക്ക് അത് പറയാം, എങ്ങനെയാണ് ഈ നമുക്ക് റൈറ്റ് വേർഡ് പ്ലേസ് ചെയ്യുന്നുള്ളത്. If God allows, in the coming months, I will teach you how to place the right word to our അപ്പൊ situation. ഇവിടെ നോക്കിക്കാൻ നമുക്ക് സ്ട്രെങ്ത് കർത്താവ് തരും. So God gives us strength. നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ കടന്നു പോകുന്നത് നിങ്ങളുടെ വിഷയം, What is it that you're going through? പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ വന്നപ്പോ When the Holy Spirit came upon Mary, യേശു അവിടെ ജനിച്ചുവെങ്കിൽ Jesus was born in her womb. ഇതേ ശക്തി നിങ്ങളുടെ വിഷയത്തിൽ വെളിപ്പെടും. The same power is going to work in your prophecy Same as well. power, same spirit. The same power, same spirit is going to work in your പക്ഷെ situation. ഒരു കാര്യം, But one thing, പരിശുദ്ധാത്മാവിന് വേണ്ടത് വേടാണ്. the Holy Spirit requires the word. നിങ്ങൾ വചനം പറയാതെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. If you don't speak the word, Holy Spirit cannot work. നിങ്ങൾ ഇപ്പൊ ഈ ബൈബിളും കൈ പിടിച്ചു നടക്കുക, If you're just holding the word of God, Bible, പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. Holy Spirit can't work with നിങ്ങൾ that. ബൈബിള് വായിക്കുവാണ്, If you just read the word, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. nothing is happening. പക്ഷെ ഈ വചനത്തെ But when you take the word, നിങ്ങൾ അതെടുത്ത് ഏറ്റെടുത്ത്, when you receive the word, ഞാൻ വിശ്വസിക്കാൻ പറയുന്നില്ല, I'm not saying to believe it. കാര്യം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വിശ്വസിക്കാൻ പോകുന്നത് കൊണ്ടാണ്. Our biggest problem is when we try to believe. ചിലർ പറയും, ബ്രദർ ഐ ബിലീവ് ബട്ട് ഐ കാൻ. ചിലർ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ എനിക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. Some people say, brother, I have got faith, but I still have unbelief. നോക്കിക്കേ, എന്താണ് ഈ വിശ്വാസം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. We still haven't understood what is faith. ഞാൻ ആദ്യം പറയും, നിങ്ങൾ വിശ്വസിക്കേണ്ട. First I'll say, don't believe. നിങ്ങൾ വചനം പറയുമ്പോൾ When you say the word, ആദ്യം നിങ്ങൾ വിശ്വാസം ഉണ്ടാവും.
faith will come to you. ആ വിശ്വാസം മിറക്കിളായിട്ട് മാറുന്നത്. And that faith will manifest as your miracle. ആദ്യം വിശ്വസിക്കാൻ പോകരുതേ. First, if you try to believe, ആദ്യം നിങ്ങൾ വചനം പറയണം. first you say the word. ആ വചനം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാറും. And the word will turn into manifestation. ഈ വചനത്തിന്റെ പ്രവൃത്തിയാണ് അത്ഭുതം. The work of the word is the miracle. നമ്മൾ പറയും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. If we say I believe God is going to do some പക്ഷെ miracle നിങ്ങൾക്ക് for me. സങ്കടം വരുന്നുണ്ടെങ്കിൽ But if you're sad about it, ഞാൻ പറഞ്ഞത് വചനം പ്രവർത്തിക്കുന്നില്ല. I'll say the word isn't working in your life. നമുക്ക് ഒരു വാക്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുക്കും, വായിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. I'm going to pray. I'll just mention a word. നമുക്കറിയാം പത്രോസ്ലീഹ എന്ന് പറഞ്ഞ കർത്താവിന്റെ ശിഷ്യൻ We know Peter was a disciple of Jesus. ഭയങ്കര ദേഷ്യക്കാരനാണ്. He was a very angry person. പക്ഷെ ധൈര്യം കുറവുള്ള ആളുമാണ്. And he didn't have courage either. He was not very bold. ഒരേ സമയം ദേഷ്യക്കാരനുമാണ്. At one time he flares up, he gets into a rage. ഒരേ സമയം പുള്ളി ഭയങ്കര ധൈര്യമില്ലാത്ത And at ഒരാളാണ്. the same time he doesn't have courage or boldness. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോ But when the power of the Holy Spirit came upon him, യഹൂദനെ കണ്ടാൽ ഓടി രക്ഷപ്പെടുന്ന ആള് the person who is to run away from Jews, കാരാഗൃഹത്തിന്റെ അകത്ത് കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. he's sleeping in the prison. ഇപ്പൊ കർത്താവിന്റെ ശക്തി വന്നാൽ നമ്മുടെ സ്വഭാവമൊക്കെ മാറും. So when the power of the Holy Spirit comes upon us, our nature also നമുക്ക് changes. വിശ്വാസവും ധൈര്യവും ബലവും എല്ലാം തരും. The Holy Spirit will give us faith, strength, boldness, everything. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ വിഷയത്തിലും കർത്താവ് പ്രവർത്തിക്കും. And whatever you're going through, Lord is going to work in your ഞാൻ ഇവിടെ problems. നേരത്തെ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. I don't know whether I've said this before. നേരത്തെ ഇരുന്ന് കേട്ടവർക്ക് അറിയായിരിക്കും. Maybe some of you have heard this. വചനം പറയുന്നതിന്റെ ശക്തി ഒന്ന് പറഞ്ഞു തരാം. I'll tell you the power of speaking out the word of God. ഞങ്ങളുടെ നാട്ടില് ഒരു 70 വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. There was a elderly lady in my town back home for 70 ഈ years. സഹോദരി സ്ട്രോക്ക് വന്ന് കിടപ്പിലായി പോയി ഈ ആഴ്ച. She was bedridden because she had stroke. അവർക്ക് ആ വീട്ടിൽ ചെറിയൊരു വീടാണ് അവർക്കുള്ളത്. They lived in a very small house. അവരുടെ അതിനുള്ള എന്താ പറയുക മെഡിക്കൽ ഫെസിലിറ്റികളൊക്കെ വളരെ കുറവായിരുന്നു അവർക്ക്. And she didn't have a lot of medical facilities there. അപ്പം ഈ അമ്മ മരിക്കണമെന്നായിരുന്നു മകളുടെ ആഗ്രഹം. അതായത് ഇഷ്ടത്തിലുള്ള കാര്യം നോക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. So her daughter actually desired her mother to die because she didn't have the capacity to look after her well. പോലീസ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. So one day she called me for prayer. അപ്പം ഈ ആന്റിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. And this elderly lady, she could not speak. ഒരു വർഷം മുഴുവൻ ഇങ്ങനെ ഇതായി സ്ട്രോക്ക് പോലെ നടക്കുക. She was paralyzed on one side. കണ്ണുനീര് മാത്രം വന്നുകൊണ്ടിരിക്കും. Only tears were coming out from her eyes. കേൾക്കുന്നൊന്നും പോലും പറ്റില്ല. We don't even know whether she can hear what we will be നിങ്ങൾ saying. എങ്ങനെ പ്രാർത്ഥിക്കും? Tell me, how can I pray? ബില്ലിൽ വയ്ക്കാൻ പോലും നമുക്ക് അറിയാതെ റെസ്പോണ്ട് ചെയ്യും. I could not even ask her, do you believe? Because we don't know whether she's hearing and can she പക്ഷെ respond. ഞാനും വേറെ ബ്രദറും എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ But me and another brother, ഞങ്ങൾ ആ ആന്റിയുടെ ചെവിയിൽ പോയിരുന്നു. we went and spoke to this. ഞങ്ങൾ ഇങ്ങനെ വചനം പറയാൻ തുടങ്ങി. We started speaking the word into her. നിർത്താതെ വചനം പറയാൻ തുടങ്ങി. Continuously we started speaking the word into her. കണ്ണുനീര് മാത്രമേ വരുന്നുള്ളൂ. Only tears are coming out of her eyes. പക്ഷേ യേശു ക്രിസ്തുവിലൂടെയുള്ള സൗഖ്യത്തെ പറ്റി പറയാൻ തുടങ്ങി. But I started speaking the healing through Jesus നിങ്ങൾ Christ. ചിന്തിച്ചത് രണ്ട് Can you imagine? In both the years, she has got two people speaking to her. ഇതുപോലെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. We continuously said the word to her. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് വരാൻ ഇടയായി And തീർന്നു. after some time, this lady got up. ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ്, പറഞ്ഞ വാക്കിലാണ് ഇതുപോലെ എന്നോട് ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ If there was somebody to say the word like ഞാൻ this, നേരത്തെ എണീറ്റ് I വന്നേനെ. would have got up Long long time time back. back. കാര്യം എല്ലാ ദിവസവും മോൾ വന്നിട്ട് പറയാം അമ്മ വയ്യാതിരിക്കുന്നു മരിക്കാറായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. Because every day her daughter would look at her and say, my mother is not well, she's about to die. കസിൻസും അത് തന്നെ And പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. all of the people, her cousins, relatives would come and say the same thing. വിസിറ്റേഴ്സും എല്ലാം ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. All the visitors would say the same thing. എല്ലാരും വന്നിട്ട് പറയാം എപ്പം മരിക്കുമെന്നാണ് നോക്കുന്നത്. All are waiting for her to die. ദൈവത്തിന്റെ വചനമകത്തോട്ട് ചെന്നപ്പോ But when the word of God went into അവിടെ her, ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. life came into അവിടെ her. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ The തുടങ്ങി. power of God started അവിടെ manifesting രോഗത്തിന് in പിന്നെ പിടിച്ചു നിൽക്കാൻ her. Sickness and could not stay in her body. രോഗശക്തിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. Power of sickness could not stay in her body anymore. നമുക്കിന്ന് വചനം പറയാം. Let's speak the word today. കർത്താവേ ഞങ്ങളുടെ ശക്തി എന്റെ മേൽ. Lord, send your power upon us. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങളുടെ ശക്തി എന്റെ മേലേക്ക് അയക്കണമേ. Can we all pray, Lord, let your power come upon us. ലൈഫ് ചേഞ്ച് ആകാൻ പോവാ. Your lives are going to change. ഇന്ന് ആ ദൈവത്തിന്റെ വ്യാപരിക്കാൻ വേണ്ടി പോവുകയാണ്. The power of
God is going to manifest amongst us today. വലിയ പ്രവൃത്തി വ്യാപരിക്കാൻ വേണ്ടി പോകുകയാണ്. Mighty works are going to happen today. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നടക്കാൻ വേണ്ടി We പോകുകയാണ്. are going to see miracles by the Holy Spirit. Spirit, thank you, Holy Spirit. Holy Spirit. Holy Spirit, thank you, Holy Spirit. Thank you, Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി We പോകുകയാണ്. are going to see mighty miracles and wonders. എല്ലാവരും പ്രാർത്ഥിച്ചു. Thank you, Holy We all Spirit. start praying. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. Thank you, Holy Spirit. Thank you, Holy Hallelujah. Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Oh, Jesus. Thank you, Holy Spirit. Jesus. 4 o'clock. 4:20. Thank you, Jesus. സമയത്തേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. Our time, we are running out of time. നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. We are going to pray. കർത്താവിന്റെ വചനം നിങ്ങൾക്ക് സൗഖ്യമായി മാറും. The word of God is going to heal you. ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി The പോവുകയാണ്. power of God is going to manifest upon us. 6:30. Thank you, Holy Spirit. Thank you. കർത്താവേ, Hallelujah. ഞങ്ങളുടെ വലിയ പ്രവൃത്തിയായി We thank Thank you, you, Holy Spirit, for your mighty work Thank you, among us. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Spirit. എല്ലാവരും പ്രാർത്ഥിച്ചു. Can we all start praying? Thank you, Holy Spirit. Hallelujah. Hallelujah. സിസ്റ്ററെ, എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. So, sister, Sister, Holy Spirit is telling me. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Jesus. പരിശുദ്ധാത്മാവേ, എല്ലാവരും പ്രാർത്ഥിച്ചു. Lord Jesus, Lord Jesus, thank you, Lord Holy Spirit. Jesus, Lord Jesus. Hallelujah. Praise the Lord. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ when Holy Spirit comes upon you, ലൈഫ് ചേഞ്ച് ആവും. your life is going to change. ഞാനത് പറയുകയല്ല, നമ്മൾ കാണാൻ വേണ്ടി പോവാ. I'm not just saying it, you're going to see it. എന്തും സംഭവിക്കാം. Anything can happen today. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. It can happen any minute. ദൈവം ഇത് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ശക്തി എന്റെ മേലേക്ക് ഒന്ന് വെളിപ്പെടണം. Can we pray, Holy Spirit, may your power come upon me. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ യേശുവിന്റെ സുവിശേഷവുമായിട്ട് ഈ ലോകം മുഴുവൻ കർത്താവ് അയച്ചത് സാധാരണക്കാരെയാണ്. Lord sent ordinary people to the ends of this world to spread the gospel. ബൈബിളിൽ തന്നെ നമ്മൾ എഡ്യൂക്കേറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. Bible says they were not even, the disciples were not educated. പക്ഷേ ഇന്ന് ലോകത്തെ മുഴുവൻ സുവിശേഷം സ്പ്രെഡ് ചെയ്യാൻ കാരണമായത് But today the whole world gospel has അപ്പോസ്തലന്മാരുടെ കഴിവല്ല, it is not the ability of the ഇന്ന് apostles, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. it is the power of the Holy ഇന്ന് Spirit. ശക്തി നമ്മുടെ ഇടയിലുണ്ട്. And the same power is Same amongst power, us. same spirit. Same power, same spirit is amongst us. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Mighty healings have happened. I'm the Today name we are going to see mighty healing, signs and wonders. എല്ലാവരും പ്രാർത്ഥിച്ചു. Thank you, Can we Holy all Spirit. start praying? Thank you, Holy Spirit. 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 Hallelujah. Thank you, Holy Spirit. സിസ്റ്റർ, എന്റെ ഉള്ളത്തില് പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഇങ്ങനെ പറയുക. Holy Spirit is saying something. നമ്മുടെ ലൈഫിന്റെ അകത്ത് നിരാശകളെ ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നു. God is going to remove the disappointments in your life. രണ്ട് ചോദ്യത്തിന് മറുപടി തരാൻ വേണ്ടി പോകുന്നു. And He's going to give you answer to two questions. ദൈവസന്നിധിയിൽ വെച്ചൊരു പ്രാർത്ഥനയാണ്. You have prayed a prayer before God. ഇത് കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. And God is going to do a mighty work in your life. ഇത് ദൈവത്തിന്റെ അത്ഭുത നാടകം കേട്ടോ. God's miracle will happen in your ഒരു life. വാക്ക് കർത്താവ് ആരെല്ലാം കൈവിട്ടാലും One word the Holy Spirit is saying, no matter who has ഞാൻ left you, കൈവിടത്തില്ലെന്ന് കർത്താവ് പറയുക. I will never forsake you. ഞാൻ ഈ ശാമുവേൽ എന്നുള്ള പേര് കർത്താവിന്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. The Holy Spirit is giving me the name Samuel, അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് നമുക്ക് വേണ്ടി കാണിക്കുക. and God is showing me a person like that. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോകുക. God is going to use you for a mighty work of God. റിലീസ് ചെയ്ത് I പ്രാർത്ഥിക്കുക. release that miracle in ദൈവം Jesus. ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ God is വേണ്ടി going to give you answers to your questions. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. And Holy Spirit's mighty work is going to manifest. 2010 മുതൽ ഈ ഒരു സമയം വരെ From 2010 up to this moment, നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഷയം,
There is a problem that's targeting you, ഇന്ന് കർത്താവ് റിലീസ് റിലീസ് and God is releasing you from that today. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിനകത്ത് ഒരു change നിങ്ങൾക്ക് വരാൻ പോവാ. And you are going to have a change in the place where you are. ദൈവത്താൽ ഒരു മാറ്റം മാറ്റം സംഭവിക്കാൻ And വേണ്ടി. God is going to give you a change. In the name of In the Jesus, name of I Jesus. release the power. I release the Thank you, power. Holy Spirit. Thank you, Holy Spirit. In the name of Jesus Christ. Thank you, Holy Spirit. Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. We praise വലിയ you, Lord. പ്രവൃത്തിക്കായി We praise സ്തുതിക്കുന്നു. you, എല്ലാവരും Lord. പ്രാർത്ഥിച്ചു. Can we all continue to പരിശുദ്ധാത്മാവേ, pray? അങ്ങയുടെ വലിയ പ്രവൃത്തി, Can we all continue to അങ്ങയുടെ pray? ശക്തി എന്റെ മേലേക്ക് അയക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു. Can we pray, Lord, Holy Spirit, അങ്ങയുടെ send your ശക്തി എന്റെ മേലേക്ക് അയക്കണമേ. അങ്ങയുടെ ശക്തി എന്റെ മേലേക്ക് Can അയക്കണമേ. we pray, Lord, send your power upon us. പ്രവൃത്തി എന്റെ മേലേക്ക് അയക്കണമേ. Send your work, mighty work amongst Thank you, us. Holy Spirit. Hallelujah. Sister, excuse me. Can you please stand up? Yeah, I'm going to pray for you. Thank you, Holy Spirit. എന്നുള്ളതിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക കാണിക്കുക. Holy Spirit is telling me to pray for you. Thank you, Holy Spirit. Thank you. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം കണ്ടെത്തുക. Holy Spirit has seen you for a mighty work. ഒത്തിരി പ്ലാനുകൾ മനസ്സിലുണ്ട്. You have many plans, പക്ഷെ അതൊന്നും ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നില്ല, ആക്റ്റീവ് ആക്കാൻ but പറ്റുന്നില്ല. you are not able to carry out any of those plans. ഒത്തിരി പ്ലാനുകൾ ഉണ്ടെങ്കിലും അത് പ്രവൃത്തി തലത്തിലേക്ക് വരുന്നില്ല. None of those plans you are able to put into action. എന്നാൽ കർത്താവ് എന്റെ ഉള്ളത്തിൽ പറഞ്ഞു, ദൈവം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി But Holy Spirit is telling me that God is going to help you. ദൈവത്താൽ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോവാ. God is going to do some things for you. എന്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുന്ന 3.5 വർഷമായിട്ട് For the last 3.5 years, നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് കേറി വരാത്തത്, അതായത് നടക്കാത്തൊരു കാര്യം in your life, what has not been happening for the last 3.5 years, ദൈവത്താൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. this is going to happen by God's power. എല്ലാവരും സഹോദരിക്ക് വേണ്ടി ഒന്ന് Can we പ്രാർത്ഥിച്ചു. all pray for this dear? Thank you, Holy Spirit, sister. In the name of Jesus Christ. എല്ലാവരും പ്രാർത്ഥിച്ചു. We all pray for this Thank you, sister. Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. എല്ലാവരും Can we പ്രാർത്ഥിച്ചു. all pray for this Oh sister? Lord Jesus Christ, thank you, Holy Spirit. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് ആ ബ്ലോക്കുകൾ നീങ്ങാൻ വേണ്ടി പോവുകയാണ്. But today the blocks are going to, the barriers are going to be removed. എല്ലാ ബ്ലോക്കുകളും ഇന്ന് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. All the hindrances are going to be removed. എല്ലാവരും പ്രാർത്ഥിച്ചു. Thank you, Can Holy we Spirit. all pray for this dear sister? Friend. In Christ. Yeah. I saw the name. Yeah, yeah. Oh. ദൈവം എന്നെ പീറ്ററിനെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. God is going to use Peter to do a miracle in your life. Where is he? He lives close to me. We used to work together at the airport. Lord Jesus. ആ വ്യക്തി മുഖാന്തരം കർത്താവ് ഒരു ഡോർ തുറക്കാൻ വേണ്ടി പോവാ. God is going to open a door for you. ആ വ്യക്തിയിലൂടെ, through him, Lord Jesus, I release the power. I saw Amen. the November. The month of November. November, yeah. Yeah. ഞാൻ ആ ഡേറ്റ് കണ്ടുകൊണ്ടിരിക്കുക. I'm seeing a date. ആ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും. So in November, God is going to do a miracle in your life. November. Amen. Praise the Lord. God bless you, sister. Amen. God bless you. Amen. Lord Jesus. Thank you, Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ വേർതിരിക്കുക. God is separating you for a mighty work. എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവേ, All thank you, Holy Spirit. Lord Jesus. Jesus. ഞാൻ ഈ കാതറിൻ എന്ന് പറഞ്ഞ ഒരു പേര് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. Holy Spirit. വെള്ളം തരാവോ? Holy Spirit is giving him Catherine. നിങ്ങളുമായിട്ട് ആരെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുണ്ടോ കാതറിൻ എന്നുള്ളത്? Is anybody connected to Catherine? Is anybody your sister? Marina, സിസ്റ്ററാ? ആ ഫാമിലി. ഷി പാസ് അവേ. ആ ഫാമിലി എവിടെയാ? നാട്ടിൽ തന്നെയാ, ട്രിവാൻഡ്രത്താ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മരണത്തിന്റെ പിന്നിൽ ശരിക്കും പറഞ്ഞത് മരണമല്ല. It was actually not a death, a natural death. അതിന്റെ പിന്നിൽ പിശാചിന്റെ ഒരു പ്രവൃത്തി ഉണ്ടെന്ന് പറയുന്നു. It was the work of the devil. ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. Can you pray for that family, please? കർത്താവ് എന്നോട് പറയുന്ന ആ കുടുംബത്തിൽ മരണശക്തികളെ കർത്താവ് അഴിക്കും.
Lord is telling me He's going to take the power of death over that family. നിങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇൻസിഡന്റുകളൊന്നും നോർമലാന്ന് ചിന്തിക്കരുതേ. Don't think that all the incidents that happen to us are normal. All are not normal. യേശു വന്നിട്ട് പറഞ്ഞു രോഗത്തിന്റെ ആത്മാവിനെ പുറത്താക്കി. Jesus came and rebuked the spirit of sickness. അപ്പോൾ സൗഖ്യം നടന്നു. So healing took place. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത്രയും നാളും മരുന്ന് കഴിച്ചത് ഈ രോഗത്തിന് വേണ്ടിയാണല്ലോ മരുന്ന് കഴിച്ചത്. But my question is, right up to that moment, people were taking medicines for that ആ കാലത്തും sickness. വൈദ്യന്മാരുണ്ടെന്ന് ബൈബിളിൽ പറയും. Even in those times, there were doctors and physicians. പക്ഷേ യേശു പറഞ്ഞത് രോഗമല്ല, സ്പിരിറ്റ് ആണെന്നാ But പറയുന്നത്. Jesus rebuked the spirit. He didn't call it just a mere sickness. ഇതിന്റെ റൈറ്റ് ഏതാ? So which one is correct? യേശു ആ രോഗാത്മാവിനെ പുറത്താക്കിയപ്പോൾ When Jesus rebuked and cast out that ആ രോഗി spirit, സൗഖ്യമായി. the person was healed. രോഗാത്മാവ് ഉണ്ടെങ്കിൽ മരണത്തിന്റെ ആത്മാവും ഉണ്ട്. When there is a spirit of sickness, then there is a spirit of death as well. ചിലർ ലൈഫിന്റെ അകത്ത് ഈ ഒരു സ്പിരിറ്റ് ഓഫ് ഡെത്തുകൾ ഇന്ന് ബ്രേക്ക് ആവും. And over some people's life, the spirit of death is going to break today. അപ്പോൾ തന്നെ ലിസ എന്നൊരു പേര് എന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. And another name, Lisa, is coming to my mind. റിലേറ്റ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോണം. കർത്താവിന്റെ പ്രവൃത്തി ആ ഭവനങ്ങളിൽ If സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. anybody is connected to a Lisa, Thank you, Holy receive Spirit. it. In the name of Jesus. God's work is going to കർത്താവിന്റെ happen in വലിയ their lives. പ്രവൃത്തിയെ ദൈവാത്മാവ് ചെയ്യാൻ വേണ്ടി പോകും. God is going to do a mighty work. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. We all can. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുക. Mighty. എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവേ, ഇന്ന് വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്യും. Can we all pray, God, do Thank you, mighty Holy work Spirit. amongst Thank you, us. Holy Thank you, Spirit. Holy Thank you, Spirit. Holy Thank you, Spirit. Holy Spirit. Lord Jesus. നിങ്ങൾ രണ്ടുപേരുമായിട്ട് റിലേറ്റ് ചെയ്ത് എൻ്റെ ഉള്ളത്തെ കർത്താവ് ഒരു ഡേവിഡ് എന്നുള്ള ഒരു പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. God, Holy Spirit is giving me a name, David. ഈ വ്യക്തികൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഒരു വ്യക്തിയുടെ ഒരു ബ്രേക്ക് ത്രൂ, ആ വ്യക്തിയിലൂടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാൻ വേണ്ടി ഡേവിഡുമായി To both of you, Holy Spirit is giving me a name, David, and through David, you will both have a breakthrough. ഈ പേരുകാരനെ കർത്താവ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബ്ലെസ്സിംഗ് ആക്കി മാറ്റുമെന്ന് പറയുക. And this person, David, is going to be a blessing to both of you. ഈ പേരൊന്ന് നോട്ട് ചെയ്തോണം. ഈ വ്യക്തിയെ Note this name, David. ആ വ്യക്തിയിലൂടെ Through that person, കർത്താവ് വലിയൊരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ God is going to do a mighty work in both your lives. അങ്ങനെ ഒരു വ്യക്തിയെ Do you know somebody called David? അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഡേവിഡ്. ഓ ലോർഡ് ജീസസ്. His husband died. His name's David. His brother is in Christ. My friend's husband is David. He's in Christ. He's gone. His died was in Christ. The brother is not in Christ. That brother is, and his name is brother. I mean David. David. And then had a friend. Brother. But he is not in Christ. ഓക്കേ, അതിന്റെ ആവശ്യമില്ല. കർത്താവിലേക്ക് ദൈവത്തിന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. God is going to use David in your life. രണ്ടുപേരെ കണക്ട് ചെയ്ത് കാണിച്ചു. പക്ഷേ രണ്ടുപേർക്കും ഒരേ വ്യക്തി ഒരു അത്ഭുതമായി മാറും. God showed, he connected both of you, and the same person is going to be a blessing to you. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചെയ്യാൻ വേണ്ടി. And God is going to do this mighty work of the Lord. ക്രിസ്തുവിലല്ല എങ്കിൽ No, my husband. The teen staff. Sister Sister Yvonne's husband is dead. They're all connected to Yvonne. They're all connected to Yvonne. Yvonne, Lord Jesus. അതാണ് രണ്ടുപേരും ബന്ധപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ പേരുപ്പെടുന്നതാണ്. Thank you, Holy Spirit. കർത്താവിന്റെ വലിയ പ്രവർത്തിക്കുന്ന വ്യക്തിയോട് ചെയ്യാൻ God is going to do a mighty work through that person. 7 കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. 7 God is going to do for you. 7 കാര്യങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടി. 7 things God is going to do for you. 7 things. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. 7 things God is going to do for you. അതിനകത്ത് ഒന്നാമതായിട്ട് കർത്താവിനെ കാണുന്നത് The first thing God is showing me, ചിൽഡ്രൻസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം പ്ലാൻ ചെയ്യും. God will plant you in a place where there are children. അവരുടെ ഇടയിലോട്ട് കർത്താവ് ഫസ്റ്റ് പ്ലാൻ ചെയ്യും.
First he'll plant you amongst children. അതിനുശേഷം അവിടുന്ന് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടൊരു കണക്ഷനെ കർത്താവ് തരും. And from there you'll be connected to the government. അവിടുന്ന് കർത്താവ് എനിക്ക് കാണിക്കുന്നത് പാസ് കൈ കിട്ടുന്നതിനെ കാണിക്കും. പാസ്. Then God is showing me that you'll get a pass. ഈ പാസിലൂടെ And with this pass, പല കാര്യങ്ങൾ ചെയ്യുവാൻ ഗവൺമെന്റുമായി കണക്ട് ചെയ്ത ഡോർ ദൈവം തുറക്കും. this pass will enable you to do many things. The door is going to open, and this is through the government. സ്പിരിച്വലി കർത്താവ് പറയുന്നത് അനേകരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ദൈവം ഉപയോഗിക്കും. And spiritually, God is saying that God is going to use you to connect many people. ഒരു വിഷൻ കാണുന്ന എബിലിറ്റിയെ ദൈവം ഓപ്പൺ God ചെയ്യുന്നു. is also going to give you the ability to see visions. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പല വിഷൻസ് കാണും. Many times when you pray, you will see visions. ഞാൻ കാണുന്ന ഈ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു വിഷൻ പലപ്പോഴും കാണും. I'm seeing that you always see a vision with birds flying. ഡ്രീംസിലൂടെയും അല്ലാതെയും ചിലപ്പോൾ കാണും പക്ഷികൾ ഇങ്ങനെ പറക്കുന്ന രീതിയിൽ. Either through dreams or visions, you see birds flying. അങ്ങനെ ചില യാത്രകളെ പറ്റി ചിലത് കാണും. And you'll see some things about journey, traveling. പക്ഷെ ഇതൊന്നും വിഷൻസിന്റെ അകത്ത് കാണുന്നൊന്നും ഫലിക്കുന്നില്ല. But nothing that you're seeing in visions or dreams, nothing is actually happening. എപ്പോഴും ഓർക്കണം, ദൈവം ഒരു വിഷൻ കാണിച്ചു കഴിഞ്ഞാൽ Always remember, when God shows a vision, fulfill ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ ഫൈറ്റ് ചെയ്യണം. we have to fight it in prayer for the fulfillment of the vision or dream. ചില വിഷൻ കാണുന്ന മേഖല ദൈവം ഓപ്പൺ ചെയ്യും. God is going to open some the vision, the ability to see visions in Thank you. you, Holy Spirit. Thank you, Holy Spirit. അതിന് ഈ പേര് കുറിച്ച് ഫ്രാൻസിസ് എന്നൊരു പേര് കുറിച്ച് വെച്ചോണേ. Write down a name, Francis. ഒരു വ്യക്തിയുടെ കണക്ഷൻ നമുക്ക് പറ്റും. ഫ്രാൻസിസിന്റെ connection. You're going to be connected to a person called Francis. ഫ്രാൻസിസുമായിട്ട് ബന്ധപ്പെട്ട് You're going to be connected to Francis, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകും. and God is going to do a Brother from India, Brother Francis. I've met him in evangelism in Rolford a couple of months around Good Friday. He's traveling, preaching the gospel. Yeah. Kenya, right? No, it's I think from India or Pakistan. I'm not so sure. You know the person? Yeah. Okay. They got Luis Francis. Brother Luis Francis. I found him on. He's also traveling and preaching the gospel in many places. Oh. So I don't know. If he's Kenya. he's in Kenya. I think he's supposed to. കർത്താവ് ഫ്രാൻസിസ് മുഖാന്തരം Yeah. കർത്താവ് നിങ്ങളെ ഒരു പുതിയ കണക്ഷനിലേക്ക് കൊണ്ടുപോകും. And through Francis, you're going to be connected. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെയും അറിയും. Holy Spirit knows everything. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ multi-cultural anointing എന്ന് പറയുമ്പോൾ ഏത് ഭാഷക്കാരും കണക്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. When I said multicultural anointing, it connects people of different cultures and languages. എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് interest ഉണ്ട്? Stop ചെയ്യണം പ്രാർത്ഥന. Do you want to stop this prayer? ആഗ്രഹമുണ്ടോ? Do you want this prayer to end now? അടുത്തൊരു പ്രൊഫറ്റിക്കൽ ഒരു തലത്തിൽ relative move ചെയ്യുവാൻ. Are you interested to move into the next realm of the prophetic? Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. ഞാൻ ജൂൺ 11 ഒരു നമ്പർ കണ്ടുകൊണ്ടിരിക്കുന്നു. I'm seeing a date, June 11. Thank you. ആ ഡേറ്റുമായിട്ട് കണക്ട് ചെയ്ത ഒരു വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോകും. And God is going to touch somebody who's connected to this date, June 11. വലിയൊരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകും. A mighty work of God is going to take place. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി And God is going to use that person for a mighty work of God. break through സംഭവിക്കാൻ. And a great breakthrough is going to take place. ആദ്യം പറഞ്ഞ വാക്കുണ്ട്, ഇന്ന് ആരാണോ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് ലൈഫിന്റെ അകത്ത് change ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. I said earlier, so those who are going to believe it in their lives, there's going to be a turnaround. വേഗത്തിൽ ഒരു മാറ്റം വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Do you want a quick change in your life? നിങ്ങൾ ഇന്നു മുതൽ വചനം കൗണ്ട് ചെയ്യാൻ തുടങ്ങുക. From today, start reciting the word of ഇന്ന് God. വചനം പ്രൊക്ലെയിം ചെയ്യാൻ തുടങ്ങുക. സോറി, Proclaim the word of God. പ്രൊക്ലെയിം ചെയ്തിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. And when you proclaim and declare, ഞാൻ കർത്താവിന്റെ വചനത്തെ ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം? for example, what is it that you need today? അതായത് ഇവിടെ ഹോളി സ്പിരിറ്റ് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. Imagine Holy Spirit is standing here in front of us. പരിശുദ്ധാത്മാവ് ചെയ്യാൻ റെഡിയാ.
Holy Spirit is ready to do it, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. but you have to keep praying. പരിശുദ്ധാത്മാവിന് വേണ്ടത് വേർഡ് ഓഫ് ഗോഡ് ആണ്. Holy Spirit needs the word of God. ആരാണോ ദൈവത്തിന്റെ വചനം പ്രൊക്ലെയിം ചെയ്യാൻ തുടങ്ങുന്നത് And all those who are willing to proclaim the word of അവരിലേക്ക് ഈ God, ശക്തി അയക്കാൻ തുടങ്ങും. the power of the word will come to them. ഈ ശക്തി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. And the power will manifest amongst us. ജീസസ് ക്രൈസ്റ്റ് Hallelujah. ലൈഫ് ചേഞ്ച് ആകുകയാണ്. Our lives are going to change. എന്റെ ഏഞ്ചൽ എന്നുള്ളൊരു പേര് കർത്താവ് God is showing me the name Angel. ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. Lord is asking me to pray for Angel. ഏഞ്ചൽ 3 പേരുണ്ട്. ഓഗസ്റ്റ് മാസമായിട്ട് കണക്ഷനുള്ള ഏഞ്ചലാണ് ചോദിക്കുന്നത്. Who is the angel connected to August? അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ചോദിക്കുക. Ask the angel. ഓഗസ്റ്റിലാണ് ജനിച്ചതെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. So if that angel that you know is born in August, pray for that sister. വ്യക്തിയുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. God is going to use you to change that person's life. നമുക്ക് ഒരു നിമിഷം രോഗത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. We'll pray for sickness, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കാം. and after that I'll pray for you again. ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? Are you finding it difficult to sit? ഇല്ല. നമുക്ക് എത്ര പേരുടെ ശരീരത്തിൽ ഒരു വേദനയോ രോഗമോ ഉണ്ട്? How many of you have a sickness or pain in your body? ഒന്ന് കൈ ഉയർത്താവോ? Can you raise your hand if you have a sickness or pain? നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. Let's pray together. കൈ ശരിക്കും ഒന്ന് ഉയർത്തി പിടിക്കാവോ? Can you raise your hand? ഒന്ന് എണീക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അവിടെ? If you can stand up, please do. രോഗികളാണ്. All those who are sick or have pain, can you stand പെയിൻ up? ഉള്ളവർ മാത്രം, പെയിൻ ഉള്ളവർ മാത്രം. All those who have pain, only they please stand up. പെയിൻ മാത്രമല്ല, ഏത് ശരീരത്തിന്റെ അകത്ത് ഏത് രോഗമായിക്കോട്ടെ, If you have any sort of sickness, any sort of disease, illness, please ആ stand up. വേദനയുള്ള ഭാഗത്ത് കൈവെക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഒന്ന് If you കൈവെക്കുക. can place your hand in that ഇല്ലെങ്കിൽ area, നമ്മുടെ ബോഡിയിൽ തന്നെ കൈവെക്കുക. or if you can't place your hand in that particular part, ഒന്ന് കൈവെച്ച്. put your hand on your body. Thank you, Holy Spirit. ഒന്ന് കൈവെച്ച്. Place your hand on your body. നോക്കിയേ Look at me. എങ്ങനെയാ വേദന മാറുന്നത്? How will the pain go? How will the sickness go? Proclaim ചെയ്യാൻ തുടങ്ങണം. We have to proclaim the word. By his stripes. By his stripes. അങ്ങനെ പറയരുത്. By Jesus' stripes. By Jesus' stripes. I am healed. I am healed. Proclaim ചെയ്തേ. By By Can we Jesus' proclaim? stripes. By Jesus' by stripes. Jesus stripes. By I Jesus' am stripes. healed in I the am name of healed Jesus. in the name of Jesus. Just proclaim the word. Keep proclaiming the word. Continuously, By continuously Jesus' proclaim the stripe, I am healed. Lord Jesus. By Jesus' Proclaim the stripe, I am word. healed. Lord Jesus, we Lord believe the mighty Jesus. presence. We believe the mighty presence. In the name name of of Jesus, Jesus. we release the anointing. We release the power. In the name of Jesus, Lord Jesus. Oh, Lord, Spanari, എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും. Can we all pray? Can we all Proclaim the pray? word of God. Keep proclaiming the word. By Lord Jesus' stripe, Jesus, I am open your healed. eyes. Oh, Satan, കണ്ണാടി വെക്കുന്നവരെല്ലാം കണ്ണാടി ഊരാവോ? All those who have glasses, can we take our glasses കണ്ണാടി off? വെച്ചവരെല്ലാം ഒരിക്കൽ കണ്ണിന് കാഴ്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം All കണ്ണാടി those who want sight, can we കണ്ണാടി take ഇല്ലാതെ our... ഞാൻ വായിക്കും, കണ്ണാടി ഇല്ലാതെ ഞാൻ കാണാൻ വേണ്ടി പോവാ. I am going to read without glasses and I am going to see without glasses. ഒന്ന് പ്രൊക്ലെയിം ചെയ്ത്. Can By we proclaim Jesus that? stripes, By Jesus' stripes, I'm healed. I am healed. Proclaim the word. Can we proclaim the word? By Jesus' stripes, I am healed. Continuously. Continuously, by Continuously Jesus' proclaim the stripe word I am of God. healed. By Continuously Jesus' stripe proclaim the I am word. healed. Lord By Jesus, Jesus' stripe I am healed. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ രോഗശക്തിയെ പുറത്താക്കുന്നു. ഞങ്ങൾ കർത്താവേ, ഞങ്ങൾ രോഗാത്മാവിനെ ഇപ്പോൾ പുറത്താക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ രോഗശക്തികളെ പുറത്താക്കുന്നപ്പ. By Jesus stripes we are healed. By Jesus stripes we are healed in the name of Jesus Christ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. In the name of Jesus. 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 Healing power is moving. Healing power is moving. Healing power is moving. In the name of Jesus Christ. Shibarala siaterimo. Shalterianter. Healing power is moving. Lord Jesus Christ. Lord Jesus Christ. അവരുടെ കണ്ണുകൾ തുറന്നു വരട്ടെ, കാതുകൾ തുറന്നു വരട്ടെ. ദൈവരാജ്യത്തിന്റെ ശക്തി
Oh, thank you, Holy Spirit. കൈയോടെ വെച്ച് കൈ എടുക്കരുത്. ആ രോഗമുള്ള ഭാഗത്ത് കൈ Keep your hands where there you have pain. Don't take your hands off yet. Father, Lord Jesus Christ. Healing in the name of Jesus Christ. I release the healing. Lord Jesus, by Jesus' stripes, we are healed. Thank you, Lord Jesus. എല്ലാവരും ചെക്ക് ചെയ്ത് വേഗത്തിൽ ചെക്ക് ചെയ്ത് Can you check where you had pain ഒന്ന് before or കണ്ണാടി വെക്കുന്നതിന് മുമ്പ് കണ്ണാടി നോക്കണം, വായിച്ച് നോക്കിക്കേ. before putting your glasses back? See whether you can read ഒന്ന് without. ചെക്ക് ചെയ്തേ. Can you check whether you've still got pain? പ്രാർത്ഥിച്ചവരെല്ലാം കൈ ഉയർത്തി എന്ന് കാണാൻ വേണ്ടി ആരൊക്കെയാ പ്രാർത്ഥിച്ചത്? All those who prayed, raise your hand. I want to see all those who prayed. Okay. ഇനി ചെക്ക് ചെയ്തേ. Now check. Now check. What if you happened have to your it. body, sister? What happened? Can you check whether anything happened? ചെക്ക് ചെയ്ത്, എല്ലാവരും ചെക്ക് ചെയ്തേ. What happened, sister? What's the difference before praying and after praying? Can't come. Thank you, Holy Spirit. Okay. What happened, sister? Thank you, Holy Spirit. Lord Jesus. ശരീരത്തിന്റെ അകത്ത് ഒരു വ്യത്യാസം വന്നവരാരെങ്കിലും ഉണ്ടോ? Is there anybody here who has felt a difference, a change in their body? വ്യത്യാസം എന്താ പറ്റിയായിരുന്നു? 2 weeks it was very heavy pain and it 90% gone. Yes. Amen. Amen. Thank you, Holy Spirit. Amen. I'm going to pray. Thank you, Holy Spirit. Thank you, Holy Spirit. കർത്താവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ മൈൻഡ് ഫ്രീ ആകട്ടെ, മൈൻഡ് ഫ്രീ ആകട്ടെ. Let her- താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. Amen. Holy Spirit, we pray that her mind, ശരീരത്തിനല്ല, മനസ്സിലാണ് ഒരു ചേഞ്ച് വേണ്ടത്. sister needs a change in her mind. കർത്താവേ, and we are മനസ്സ് praying. ഫ്രീ ആകട്ടെ. Lord, let her mind be free. മനസ്സിന്റെ അകത്തൊരു സൗഖ്യം Let വ്യാപരിക്കും. there be healing in her mind. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy ഇൻ Spirit. ദ നെയിം ഓഫ് ജീസസ്, In the name of Jesus, പീസ്ഫുൾ ഹാർട്ട് ആകട്ടെ. let her have a peaceful Release the heart. power I release the power in the name of in Jesus. the name of Jesus. ശരീരത്തിന്റെ അകത്ത് വേദന ഉള്ളവരാരായിരുന്നു? All those who have pain in your body, is there anybody here with pain in your body? പ്രാർത്ഥിച്ചിട്ട് വ്യത്യാസം, സിസ്റ്റർക്ക് വ്യത്യാസമാണോ? ഇപ്പോഴും ഉണ്ട് വേദന, മാറി. Praise the Lord. Praise the Lord. Hallelujah. A few days I was having pain in the back, but I feel relief. Yeah. I can't feel anything. Yeah. Amen. Hallelujah. Hallelujah. Thank you, Holy Praise the Spirit. Lord. Hallelujah. സഹോദരിക്ക് സഹോദരി പറയാണ് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. ഇവിടെ വരുന്ന സമയം വരെ ഇവിടെ ഇരിക്കുമ്പോഴും ഉണ്ടായിരുന്നല്ലേ സിസ്റ്ററെ? ഉണ്ടായിരുന്നു. Amen. Yeah, I had. Amen. This dear sister had back pain for the last few days, and even when she was sitting here, she had back pain, but she's now healed. Praise Amen. God. Thank you, Holy Spirit. Amen. Hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുക. Holy Spirit power is here. എനിക്ക് ഈ ഗ്യാസ് കയറി എപ്പോഴും ഇങ്ങനെ ചെസ്റ്റ് പെയിനും ചെസ്റ്റും കയ്യും ഇങ്ങനെ സോ ഐ ഓൾവേസ് ഹാവ് പെയിൻ ഓൺ മൈ ചെസ്റ്റ് ആൻഡ് ഓൺ മൈ ബാക്ക് ഇൻ ദ ഹാൻഡ്
because of gastritis. So it's not just a thing for me, it's like my mom have it. So when it goes from me, it goes to her and she suffers from the pain. It's sometimes so bad, like we can't breathe and the pain is so severe. So right now when I was sitting there also, the pain was severe and I know it was to stop me from praying. But when I stood up and prayed, it's released, and I believe that curse is broken from me and from my family. In the name of Jesus. Amen. Amen. Hallelujah. Jesus Christ. Lord Jesus Christ. Thank you, Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. The power of the Holy Spirit is amongst us today. മറ്റാർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ സൗഖ്യമായത്? Is anybody else here who Complete feels healing. feels that they've received the healing? Thank you, Holy Spirit. ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്യാൻ വേണ്ടി. മറ്റാർക്കെങ്കിലും ആണ് ശരീരത്തിൽ പെയിൻ ഉള്ളത്? Anybody else has got pain in their body? കൈ ഉയർത്താവോ ശരിക്കും? Can you raise your hand if you have any sickness or pain? പെയിൻ ഉള്ളവർ, പെയിൻ. All those who have pain. No pain. Lord Jesus. Thank you, Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികളെ ദൈവം നമ്മുടെ നടുവിലേക്ക്. Amen. Amen. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങൾ പ്രിയ മകന്റെ ജീവിതത്തിൽ നല്ലൊരു ഫ്യൂച്ചറിനെ റിലീസ് ചെയ്യുന്നു. കർത്താവ് ഈ അഭിഷേകത്തിന്റെ അകത്തു നിന്നുകൊണ്ട് റിലീസ് ചെയ്യുന്നപ്പ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെ റിലീസ് ചെയ്യുന്നു. Amen. In the name of Jesus Amen. Christ. Amen. ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ സാന്നിധ്യത്തിനായി നന്ദി. Amen. Lord Jesus. Thank you for your presence here, Holy Spirit. എന്നുള്ളത് കർത്താവ് ഒരു റോബർട്ട് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് റോബർട്ട്. God is saying somebody here is connected to a person called Robert. ഒരു വ്യക്തിയുമായിട്ട് ഇതിന്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പറയുക റോബർട്ടിനെ. You're connected to a Robert? Pastor. Pastor. Thank you, Holy Spirit. എന്നാ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്നൊരു വാക്ക് പറയും റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി പോവാം. Holy Spirit is giving me, telling me that Your you're going pastor. to have a restoration. Lord Jesus. ഒരു റീസ്റ്റോറേഷൻ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്ന കർത്താവിന്റെ ഉള്ളതിൽ പറയുക. Lord is saying God is going to give you a restoration. Thank you, Holy Spirit. Thank you, Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. We thank you, Holy Spirit, for your mighty In work. the name of Jesus. In the name of Jesus. Holy Spirit. Holy Spirit. Amen. Lord Jesus. Thank you, Holy Spirit. എല്ലാവരും പ്രാർത്ഥിച്ചു. Can we കർത്താവേ, continue to pray? ഇന്ന് നമ്മൾ ഇന്ന് ഇവിടെ കൂടി വരുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചോണം. ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ നീണ്ട ഒരു മാസമായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. For the last 1 month I've been praying for this day. ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിലെ പല ആൾക്കാരും വന്നിട്ട് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയവരുണ്ട്. So like I said, a lot of people had come and they were sent away by wrong information. ഇതിന്റെ അകത്ത് ആളുകളെ പിശാചിന്റെ ആഗ്രഹം നിങ്ങൾ ഡെലിവറൻസ് സംഭവിക്കരുതെന്നാണ്. So the devil doesn't want us to get the deliverance. അപ്പോൾ അത് കടന്ന് നിങ്ങൾ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ But all those who have crossed that hindrance and come ദൈവത്തിന് here, വലിയൊരു പ്ലാൻ ഇവിടെ God ഉണ്ട്. has a plan for those who are here. ദൈവത്തിന്റെ പ്ലാന്റെ അകത്താണ് നിങ്ങൾ കേറിയിരിക്കുന്നത്. You are inside the plan of God. നിങ്ങളെ ദൈവം വെറും കൈയോടെ അയക്കത്തില്ല. And God is not going to send you back empty-handed. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം കാണിക്കും. Holy Spirit's mighty work is going to take Thank you, place. Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി We സ്തുതിക്കുന്നു. thank you, Holy Spirit, for the mighty work of the യേശുവേ, Holy നന്ദി Spirit. കർത്താവേ. Jesus, thank you. കർത്താവേ, ഞങ്ങൾ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. Lord, we pray for this dear son. കർത്താവേ, ഞങ്ങൾ ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, we pray for Daniel. Lord Jesus Christ. Lord Jesus. നമ്മുടെ ലൈഫിന്റെ അകത്ത് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. We pray for a ഞാൻ ഇതിനു വേണ്ടി breakthrough. പ്രാർത്ഥിക്കുമ്പോൾ ഡിസംബർ മാസം എന്നെ എടുത്തിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. I'm seeing the month In December. the name of Jesus In the Christ. name ഇതിനു of വേണ്ടി Jesus. പ്രാർത്ഥിച്ചോണം. Pray for the son Daniel. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഡിസംബർ മാസത്തിൽ കാണാൻ വേണ്ടി പോവാം. He's going to see a mighty work of God in the ദൈവം month of തന്നെയാണ് December. സൂക്ഷിച്ചതെന്ന് പറയത്തക്കവണ്ണോ The Lord himself protected me. You'll ദൈവം be able to. തന്നെയാണ് ഇവനെ പരിപാലിച്ചത് പറയത്തക്കവണ്ണം We'll be saying only God saved കർത്താവിന്റെ him. വലിയൊരു കരം ഇവന്റെ മേൽ പൊതിയുന്നത് ഞാൻ കാണുക. I see a mighty hand of God upon the son. കർത്താവെ, ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Lord, I bless the son. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name. Thank you, Holy Spirit. Thank you, ഒന്ന് Holy എണീക്കാവോ സിസ്റ്ററെ? ആ സൗകര്യം വിളിച്ച് ഒന്ന് എണീക്കാവോ?
കർത്താവിന്റെ ഉള്ളത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം. Holy Spirit is asking me to pray for you. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ ഒരു ചരട് ഇങ്ങനെ വലിച്ചിട്ട് കെട്ടിയിട്ട് ഒരു ബോർഡർ പോലെ വരച്ചു വെക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. I'm seeing that a border has been made with a thread. നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കാണുന്നത്. It's connected to the family that you are in now. ഈ ഫാമിലിക്കകത്തും തുടങ്ങിയ ഒരു സംഭവമാണിത്. Something that started in your family. അതിന്റെ അകത്ത്, ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, And what I'm seeing in your family. എല്ലാവരുടെയും ലൈഫിന്റെ അകത്ത് 56 എന്നൊരു വയസ്സെത്തുന്ന സമയത്ത് And I'm seeing everybody at the age of ഭയങ്കര ഒരു 56. ട്രാജഡി ഉണ്ടാവും. A tragedy is ഈ happening. ഒരു ഏജ് ആണ് ഞാൻ കാണിക്കുന്നത്. I am seeing the age അത് 56. നേരെ ജനറേഷനിലേക്കാ ഫോക്കസ് ചെയ്യുന്നത്. And it's focusing on the next കറക്റ്റ് generation. ഈ ഒരു ഏജ് എത്തുമ്പോഴാണ് എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്നത്. And when the person reaches the age 56, they are targeted. പരിശുദ്ധാത്മാവ് പറയാ, ചരട് ഒന്ന് ബ്രേക്ക് ആവും. And today Holy Spirit is saying that thread is being broken. അതിന്റെ ഒരു സൈൻ സിസ്റ്റർ എന്നോട് കർത്താവ് പറയുന്നത്, And the sign that God is saying is, ഇന്ന് മനം തിരിഞ്ഞൊരു വ്യക്തി വരും. today a person's mind is going to change and come to തെറ്റ് you. പറ്റിയെന്ന് പറയുന്ന രീതിയിൽ The person is going to come and say, I am sorry, I was wrong. എല്ലാ കാര്യങ്ങളും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് പറയുന്ന രീതിയിൽ A person will say, now I understand ദൈവം ഒരു everything. വ്യക്തിയുടെ മനം തിരിക്കാൻ വേണ്ടി പോകുകയാണ്. God is going to change the mindset of one person. ഇന്ന് കുടുംബത്തിന്റെ അകത്തെ ആ ചരട് ഇന്ന് പൊട്ടുക കേട്ടോ. The thread in that family, that bondage in that family is being broken. ട്രാജഡി ഉണ്ടാകുന്നത്. At the age of 56, there is a tragedy happening. Sometimes it's like death. ചിലരുടെ ലൈഫിന്റെ അകത്ത് ഡിവോഴ്സുകളായിട്ടും, In other people's life, like a divorce. ചിലരുടെ തലമുറകളെ ബാധിക്കുന്നതായിട്ടും And in some people's life, it is ഈ affecting their 56 എന്നുള്ള children. നമ്പർ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I'm seeing the name, the number ഇവിടെ 56. പ്രാർത്ഥിക്കുമ്പോൾ ജനുവരി മാസം ജനിച്ചൊരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. And today when we are praying, God is touching a person born in ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്താ January. നിൽക്കുന്നത്. The person is connected to your family and born in അടുത്തത് ഈ January. ഒരു വ്യക്തിയാന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്ത് നിൽക്കുക സിസ്റ്ററെ. The next person targeted is this person who was born in January. നിങ്ങളുടെ ഫാമിലി കാണുക. I'm seeing the person in January. നിങ്ങളെ ഒരേപോലെ റിലീസ് ചെയ്യുക. And today you and that person is being released. ഞാൻ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് I പ്രാർത്ഥിക്കുന്നു. bless you in the name of Jesus. റിലീസ് ദ പവർ. I release the ഈ power. ദിവസങ്ങളിൽ കർത്താവിന്റെ ഒരു വാക്ക് പറയുക. And Holy Spirit is giving me a നിങ്ങളൊരു verse. തീരുമാനം എടുക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക. You are not able to make a decision, പക്ഷെ ദൈവത്തോട് പറ, കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പറയണം കേട്ടോ. but tell Jesus, help എന്നെ me. ഹെൽപ്പ് ചെയ്യണം. Help me, Lord. എനിക്ക് മുന്നോട്ട് കർത്താവ് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്നെ നടത്തണമെന്ന് പറഞ്ഞാൽ മതി. Just say, Lord, ആ തീരുമാനം lead നിങ്ങളോട്ട് me. എടുക്കണ്ട, കർത്താവ് അത് വഴി നൽകി കേട്ടോ. You don't have God to take bless the you. God bless യേശുവിന്റെ you. നാമത്തിൽ തന്നെ. Hallelujah. ആമേൻ. Thank you Holy Amen, Spirit. amen, Thank you Holy Spirit. Amen. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു അപ്പാ. Holy Spirit, we Thank you, praise Holy you. Spirit. Holy Spirit, we thank you. Thank you Holy Spirit. എല്ലാവരും you, പ്രാർത്ഥിച്ചു. Lord. കർത്താവേ Can we all അങ്ങയുടെ pray? വലിയ ശക്തിക്കായി സ്തുതിക്കുന്നു അപ്പാ. Lord Jesus, കർത്താവേ ഇന്ന് പ്രിയ സഹോദരി ഒത്തിരി ഭാരപ്പെട്ടാണല്ലോ വന്നപ്പാ. This dear sister has come here with a big burden. കർത്താവേ ഈ കൈവപ്പ് ഒരു അനുഗ്രഹമാണല്ലോ. May my laying of hands be a blessing to ഇന്ന് her. ഭവനത്തിന്റെ അകത്ത് ഭർത്താവ് മാനസാന്തരപ്പെടും. Your husband is going to have a ആ repentance. വ്യക്തി ആള് മാറും. The person is going to change. കർത്താവ് പ്രിയമകളെ ഭയപ്പെട്ടാ വന്നത്. This dear sister has come here with great fear. എന്നാൽ എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയ ഒരു ഉറപ്പ് തരുക കേട്ടോ. Holy Spirit is തിരിച്ച് telling me, ഭവനത്തിൽ ചെല്ലുമ്പോൾ when you go back home, in the name of Jesus, in the name of ഈ Jesus, അഭിഷേകത്തോടു കൂടെ പോവുക. go in this anointing. ഞാൻ ഈ കൈവപ്പ് പുറമേലേക്ക് പകരുന്നപ്പോ I am imparting this upon this dear sister. വലിയൊരു ഇമ്പാർട്ടേഷൻ അയക്കുന്നപ്പോ I am sending an impartation to this dear എന്റെ sister. ഭവനത്തിന്റെ അകത്ത് വലിയ മാറ്റം ഉണ്ടാവും. There will be a great change in your home. ഞാൻ കാണുന്ന ഒരു കാഴ്ച ഈ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട് I'm seeing a vision related to this. വിഷയമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. This dear sister has said there is a problem in the house. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് I'm seeing related to your husband, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് connected to his friend. ഇന്ന് എന്റെ ഉള്ളത്തിൽ കർത്താവ് രാജേഷ് എന്നൊരു പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. God is giving me a name Rajesh. ഈ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ്, Because of the influence of Rajesh, ഇന്ന് ആ സഹോദരനെ വല്ലാതെ ഞാൻ ഈ പേര് കണ്ടുകൊണ്ടിരിക്കുക സിസ്റ്ററെ. I'm seeing this name Rajesh again. ഈ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. Rajesh is connected to your husband. ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നത്. God is going to do a mighty work in his life. ദൈവം തൊടാൻ വേണ്ടി പോകട്ടെ. God is going to touch him today. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ ഇൻഫ്ലുവൻസുകൾ മാറുക. Today his influence is going to be moved. പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത് വലിയ ഇപ്പൊ തുടങ്ങിയ വിഷയമല്ല, ഇത് കുറേ പഴക്കമുള്ളതാണ്. ഇതിങ്ങനെ ഒരു ചരട് പോലെ പുള്ളിയുടെ മേൽ കിടക്കുന്നതാണ്.
കർത്താവ് ഞാൻ ആ ചാടുന്ന് പൊട്ടിച്ചു വിടുന്നു. Oh, I'm breaking that chain today. In the name of Jesus. In the name of Jesus. എല്ലാ ഇൻഫ്ലുവൻസുകളെയും ബ്രേക്ക് ചെയ്യുന്നു. Let every influence be broken. Jesus' In name. Jesus' name. Amen. Lord Amen, Jesus. Amen. Amen. Thank you, Holy Spirit. Thank you, Holy Thank you, Spirit. Holy Thank Spirit. you, Holy Spirit. Lord Jesus. Thank you. Oh Lord Jesus Lord Christ. Jesus. എല്ലാവരും പ്രാർത്ഥിച്ചു. Can we all continue to pray? Jesus Christ. Jesus Christ. സിസ്റ്റർ, എനിക്ക് ഒരു റോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് കാണിക്കുക. God is showing me to pray for somebody called Rose. റോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനുള്ളത് Somebody called Rose. വലിയൊരു മിറക്കിൾ റോസുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോവാന്നാ പറയുന്നത്. Great miracle. Rose. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് കണക്ട് ചെയ്യാൻ വേണ്ടി God is going to connect you to somebody called Rose. ദൈവത്തിന്റെ വലിയൊരു ദൈവത്തിന്റെ Okay. ഒരു വ്യക്തിയെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാ. God is going to connect you to somebody called Rose. ഇത്രയും നാളൊരു ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടായിരുന്നു. You had a question in your mind right up to now, കർത്താവ് ഒരു ഉത്തരം തരാൻ വേണ്ടി but God is going to give you an answer. 2027 കേറുമ്പോൾ Before you enter 2027, ഞാൻ ജൂലൈ എന്നൊരു മാസം I am seeing the month July. ഈ ജൂലൈക്കകത്ത് ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കും. In this month July, you're going to have a breakthrough. ദൈവത്തിന്റെ അത്ഭുതം കാണാൻ വേണ്ടി. Amen. Amen. You're going to see a miracle. God bless you. God God bless bless you. you. God bless you. Thank you, Holy Spirit. Hallelujah. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പാ. In the name of Jesus Christ. ദൈവത്തിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുക. Amen. Holy Spirit. The power of the Holy Spirit. Can you help me? Jesus. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക. Lord Jesus. In the evil spiritന്റെ പ്രവൃത്തികൾ ഇന്ന് ഭവനത്തിൽ നിന്ന് മാറുക. എന്നുള്ളത് കർത്താവ് പറയുന്നത് മാർക്കിന്റെ ഫാമിലിയിൽ നിന്ന് ആരംഭിച്ചത്. The Lord is telling me something that started from the family of Mark. ഇന്ന് കർത്താവ് ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്യുക. Lord is breaking it today. മാർക്കിന്റെ ഫാമിലിയിൽ തുടങ്ങിയത് What started in the family of Mark, ഇവിടെ ഫ്രീ ആകുക. today you're going to be released and free. ഹൃദയത്തിന്റെ അകത്തെ ഭാരങ്ങൾ, ഈവിൾ സ്പിരിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ബ്രേക്ക് ആകുക. All the work of the evil spirit is breaking today. Oh, the power of Holy Spirit is moving today. Touch in the name of Jesus. Bright future release in about. I release a bright future in your life. Jesus name. Jesus name. Lord Jesus, for the restoration. Restoration in the name of Jesus. Lord Jesus Christ. Restoration. ഞാൻ ഈ മാർക്കിന്റെ ഫാമിലിക്ക് അകത്തുനിന്ന് ഉണ്ടായ ചില ഇൻഫ്ലുവൻസുകൾ ഇവിടെ ബ്രേക്ക് ആവുക. I'm breaking some influences that have come down from Mark's family. Oh Lord Jesus, break the curse in the name of Jesus Christ. Release the power. Release the power. Just hold it. Just hold it. Shalbarasianteri masianteri. A evil spirit. ഡെത്തിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പാ. I break that spirit of death. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. ഫാമിലിയിൽ നിന്ന് ആരംഭിച്ചത് തമ്പുരാൻ ബ്രേക്ക് ചെയ്യുക. Lord is breaking what started in the family. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. God will do mighty works amongst us. ദൈവം വലിയൊരു വഴിത്തിരിവിനെ ചെയ്യാൻ വേണ്ടി പോകും. God is going to do a mighty change. 5. Lord Jesus. Praise the Lord. കർത്താവ് ഞാൻ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. Lord, I bless you in the name of Jesus. Let there be a breakthrough in your life. യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ സാക്ഷ്യമായി ദൈവം മാറ്റും. ലോർഡ് ജീസസ്, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കും സൗഖ്യത്തിനും വചനത്തിനും എല്ലാം ഞാൻ നന്ദി പറയുന്നു. I thank God for the miracles, the healings he has done today, for the word he gave today. കർത്താവ് ചെയ്ത പ്രൊഫറ്റിക്കൽ ഡെലിവറൻസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the prophetic deliverance he has done today. അപ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിന്റെ അകത്ത് She knows the name Mark.
So she is saying that after connected with that person, she got sick. So something is, that is not really right with that person, which the name, that the same name got revealed. ആദ്യമായിട്ടാണ് കാണുന്നത്? Seeing this brother for the first time? First time. Yes. Yeah. Amen. Amen. Lord Jesus. Amen. 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 Praise the Lord. കർത്താവ് ഏതാ എന്നെ കാണിച്ചത്? മാർക്കിന്റെ ഫാമിലിയിൽ മാർക്കുമായി കണക്ട് ചെയ്ത് തുടങ്ങിയത് ഇതിനെ ദൈവം ബ്രേക്ക് ചെയ്തെന്ന്. That's what God showed me. What start? പരിശുദ്ധാത്മാവിന് എല്ലാം അറിയാം. എവിടെയാ നമ്മൾ? ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയോ, കർത്താവ് ഇതെല്ലാം അറിയുന്നു. Do you know Lord knows everything? നമുക്ക് തമ്മിൽ ഒത്തിരി ഡിഫറൻസുകളുണ്ട്, ലാംഗ്വേജിന്റെയും ഒത്തിരി ബൗണ്ടറീസിന്റെയും ഡിഫറൻസ്. We have a lot of differences between us, cultural language. അറിയാം. But Holy Spirit knows everything. നിങ്ങളുടെ ലൈഫിനെ അറിയാം. He knows your life. ദൈവം തന്റെ പ്രവചനാത്മാവിലൂടെ അത് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. And God through his prophetic spirit of prophecy he is touching your life. പേരുകളെ പരിശുദ്ധാത്മാവ് പലരിലും വെളിപ്പെടുത്തി. And that is why he is revealing names. നിങ്ങളുടെ സിറ്റുവേഷനുകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. Lord is revealing situations. Thank you, Holy Spirit. Thank you. നമ്മുടെ ഇവിടെ ആരെങ്കിലും ഡിസംബറിൽ ജനിച്ചവരുണ്ടോ? Is there anybody here who was born in December? രണ്ടുപേരാ. നിങ്ങൾ രണ്ടുപേരും ഡിസംബർ ജനിച്ച? 3 പേരുണ്ട്. ലോർഡ് ജീസസ്, ഡിസംബറിൽ ജനിച്ച വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഉള്ളത്തിൽ പറഞ്ഞ നിങ്ങളുടെ ഇൻസൈറ്റിനെ ദൈവം പ്രകാശിപ്പിക്കാൻ പോവാ. God is telling all those who are born in December who are here, God is going to change your insights. I release the power. I release the I release the anointing. I release the anointing. നിങ്ങളുടെ ഇൻസൈറ്റ് പ്രകാശിക്കും. Your insights. ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് എഴുതി വെക്കുക. All those who, when you pray, write down what you see. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം അത് റിവീൽ ചെയ്യും. God is going to reveal what is going to happen in the future. മാത്രമല്ല അനേകർ ലൈഫുമായി ബന്ധപ്പെട്ട് കർത്താവ് കണക്ട് ചെയ്യും. God is going to connect you to many different people. Thank you, Holy Spirit. ഭയങ്കരമായ ഒരു സാന്നിധ്യം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. I can feel his mighty presence here. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുവായിരുന്നു, പക്ഷെ എന്തോ കർത്താവ് നിങ്ങളോട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാ. I was going to stop it here, but God is asking me to continue. സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കാൻ വേണ്ടി. There is more healing that's going to take place here. നെർവുകളുമായി ബന്ധപ്പെട്ട സൗഖ്യങ്ങൾ നടക്കാൻ വേണ്ടി പോവാ. Nerve healings connected to nerves is going to take place. നെർവുകളുമായി ബന്ധപ്പെട്ട് nerves. The healing in the name of Jesus. Healing in the name of Jesus. Lord Jesus Christ. Healing power is moving. നെർവുകളുമായി ബന്ധപ്പെട്ട് അസാധാരണമായ സൗഖ്യം നടക്കുക. There's going to be healing connected to the nerve രോഗശക്തികളെ problems. ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പാ. We break the power of the sickness. ഒരു ആന്റണിയുടെ ഫാമിലിയാ കേട്ടോ. ആന്റണിയുടെ ഫാമിലിക്കകത്തു നിന്നും കർത്താവ് ഇന്ന് ചിലതിനെ അഭിഷേകം ചെയ്യുമെന്നാ പറഞ്ഞത്. Holy Spirit is going to anoint somebody from the family of Anthony. In the family of Anthony. ആന്റണിയുടെ ഫാമിലിയിൽ നിന്ന് കർത്താവ് തന്റെ പ്രവൃത്തിയെ വെളിപ്പെടാൻ വേണ്ടി പോവാ. God's mighty work is going to be manifest in the family of Anthony. വലിയ പ്രവൃത്തിയെ ദൈവം അയക്കും. Holy Spirit is going to send mighty work. അവസ്ഥയിൽ നിന്ന് ദൈവം ഉയർത്തും. God is going to raise them up from a desolate situation. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കാണാൻ വേണ്ടി പോവാ. We are going to see the mighty work of God. ഞാൻ നാട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ when I go for prayer in India, ചില ദൈവിക ആലോചനകൾ വെളിപ്പെടുന്ന സമയത്ത് when God gives the prophetic messages, മിണ്ടത്തില്ല. some people don't talk. പിന്നെ വന്നിട്ട് ഞാൻ പറയും, and then later on, എൻ്റെ കാര്യമായിരുന്നു വെളിപ്പെട്ടത്, ഞാനായിരുന്നു വ്യക്തി എന്ന് പറയും. later on they'll come and say, oh, I was the person whom you were talking ഓരോ about. കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ when the Holy Spirit reveals each thing, ഈ കർത്താവിന്റെ ശിഷ്യന്മാരുടെ പ്രത്യേകത അറിയാവോ? you know about the disciples, ഇവര് സാധാരണക്കാരായിരുന്നെങ്കിലും, even though they were ordinary people, അവരെ പഠിച്ചാൽ മതി, if you study them, ചാടി നിൽക്കുന്നവരാ. they would be always very enthusiastic and energetic. ഒരാളുടെ ലക്ഷ്യം കർത്താവ് നീ അടുത്തും വലത്തും എൻ്റെ മക്കളെ ഇരുത്തണം. One person wanted to sit on his right and the other on the left. ഭയങ്കര എരിവാ. And you know Peter how he was. He was always on fire. ഓരോ ശിഷ്യന്മാരും ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കും. All the disciples were very enthusiastic. വിശ്വാസികളും അങ്ങനെ ആയിരിക്കണം. And the believers should also be like that. ഓരോ ആലോചന കേൾക്കുമ്പോൾ നമ്മൾ ചാടി പിടിച്ചോണം. Every time we get a
message from God, we should grab hold of it. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികളെ ദൈവം ചെയ്യും. The mighty work of Holy Spirit is going to happen കർത്താവ് here. നിങ്ങളുടെ മേൽ വൻ കാര്യങ്ങളെ ചെയ്യും. Lord is going to do mighty things വലിയ amongst you. പ്രവർത്തികളെ പരിശുദ്ധാത്മാവ് ചെയ്യും. Lord is doing mighty things amongst us. ജീസസ് ക്രൈസ്റ്റ്. ബ്രദറെ എന്നോടുള്ളത് കർത്താവ് പറയാ, നമുക്കറിയാം, വിഷയങ്ങൾ അറിയാം, പക്ഷെ ഒരു ഇതിൽ ഇടിക്കണ്ട. കർത്താവ് എന്നെ 6 മാസത്തെ കൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക. God is showing me a period of 6 6 months. മാസം നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം. For the എല്ലാ next- ദിവസവും തലമുറകളെ ഏൽപ്പിച്ച് 6 മാസം പ്രാർത്ഥിക്കണം. For the next 6 ഭയങ്കരമായ ഒരു months. പീരിയഡ് ടൈമിലോട്ട് പോകാൻ പോവാ. Next 6 months, let's pray for it. പറയുമല്ല, ഈ 6 മാസം ഇതിന്റെ വലിയൊരു നിങ്ങൾ സ്പിരിച്വൽ ഒരു വാർഫെയറിലോട്ട് പോവാന്നാ പറയുന്നത്. ഈ 6 മാസം ശരിക്കും പ്രാർത്ഥിക്കണം, ആരാധനയിൽ ശക്തിപ്പെടണം. ഈ 6-ാം മാസം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് പോലെ For the next 6 months, pray powerfully for your children, and after the 6 സാക്ഷ്യം months, തുറന്നു വരും. your testimony will shine forth. ഈ 6 മാസം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സമയമാണ്. The 6 months before you, നിസ്സാരമായി കാണരുത്. don't see it lightly. ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കണം. Pray ഈ 6 fervently. മാസം പ്രാർത്ഥന മുടക്കരുത്. ഒന്നും Do not stop ഇമ്പോർട്ടൻസ് praying. പ്രാർത്ഥനയ്ക്കായിരിക്കണം. Give all importance to prayer. പ്രാർത്ഥിക്കേണ്ട സമയം കേട്ടോ. This is the time to Release pray. in the name of Jesus Christ. Amen. Thank you, Holy Spirit. Thank you, Holy Spirit. തലമുറകളെ ദൈവം തൊടും. God is going to touch our children. Amen. Thank you, Holy Spirit. Thank you, Holy Spirit. In the name of Jesus. Lord Jesus. Thank you, Holy Spirit. I release the power. I release the blessing. In the name of Jesus Christ. Lord Jesus. Thank you, Holy Spirit. In the name of Jesus. Lord Jesus Christ. I bless you in the name of Jesus Christ. Lord Jesus. Thank you, Holy Spirit. Praise the Lord. God bless you. Praise the Lord. Thank you, Holy Spirit. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. Can we all pray together? കർത്താവ് നമുക്ക് തന്ന എല്ലാ അവസരത്തിനുമായി We thank God for all opportunities He's given ദൈവത്തിന്റെ us. വലിയ കൃപയ്ക്കായി We thank Him for His grace. എല്ലാ മാസവും നമ്മൾ ഇത് പ്രാർത്ഥന ചെയ്യുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുവാണ്. We are desiring to meet like this every month. കഴിഞ്ഞ പ്രാവശ്യത്തിലും കുറച്ച് ആൾക്കാർ വരാൻ പറ്റിയില്ല അവർക്ക്. Some people could not come here this ഞാൻ time. വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ചില സെലക്ഷൻ ഉണ്ട്. I believe Holy Spirit has some ഇതിന്റെ selections. അകത്തൊന്ന് കയറി പറ്റിയാൽ And if you get into His ഞാൻ selection, പലപ്പോഴും സൂമിൽ കൂടുന്നവരോട് പറയാറുണ്ട്, നിങ്ങളെല്ലാം വളരെ ദൂരെയാണ്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് സാവകാശം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരിക. I always say over in the Zoom meetings that you're all far away. വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. Many of you are very far. Only if you can come. Those who want to come also sometimes പക്ഷെ can't ഇന്ന് come. നിങ്ങൾക്ക് വരാൻ പറ്റിയെങ്കിൽ But if you were able to come today, ഞാൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു, കർത്താവിന്റെ ഹിതമുള്ളതേ വരത്തുള്ളൂ. and when I started praying, I prayed only those who God desired are here today. പലവട്ടം കാണാൻ ആഗ്രഹിച്ചിട്ടും പറ്റാതിരുന്നിട്ട് ഇന്ന് വരാൻ പറ്റിയെങ്കിൽ And those who have tried many times but couldn't come, if ഹിതമുള്ളത് കൊണ്ടാ വരാൻ പറ്റിയത്. you were able to come only because it was God's desire. എങ്കിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുകയാണ്. And God is going to do His mighty work amongst നന്ദി us. കർത്താവേ. Thank you, Jesus. പരിശുദ്ധാത്മാവേ, Thank you, Holy Spirit. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. Lord, you helped us thus far. ഇത്രത്തോളം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തല്ലോ. Lord, you helped us thus far. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. We thank you, Holy Spirit, for your അങ്ങ് mighty തന്ന work. വചനത്തിനും We thank you for the word you gave us. അങ്ങ് ഇവരോട് സംസാരിച്ച ദൈവികമായ പ്രവചന ആലോചനയ്ക്കും I thank you for the prophetic word that you spoke to the people അങ്ങ് today. തന്ന സൗഖ്യങ്ങൾക്കും We thank you for the healing you gave us. കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. You enabled us just to get here like this കർത്താവ് ഇത് together. ലൈവിലൂടെ കാണുന്ന ലോകത്തിലെല്ലാം വീഡിയോയിലൂടെ കാണുന്ന എല്ലാവരും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോൾ We bless all those who are watching us over the Zoom പിന്നീട് live. ആരെല്ലാം കാണുന്നു All those who are going to see this, അവരിലേക്ക് ഞങ്ങൾ ഇത് and we അനുഗ്രഹിക്കുന്നു. bless them too. കർത്താവ് ഞങ്ങൾ വീണ്ടും കാണുമ്പോൾ We'll see when we meet again. നെക്സ്റ്റ് മന്ത് ഞങ്ങൾ കാണുമ്പോൾ When we meet again next month, കർത്താവ് ഇതിന്റെ വലിയ റിസൾട്ടുകളെ ഞങ്ങൾ കാണും. Lord, we'll see greater results. കർത്താവ് ഞങ്ങൾ എല്ലാ മാസവും ഇത് കൂട്ടായ്മ വെക്കുവാൻ ആഗ്രഹിക്കുന്നപ്പോൾ We desire, Lord, to keep this meeting every month. അന്തരീക്ഷങ്ങളെ ഒരുക്കുന്നല്ലോ. Lord, we thank you for you're going to വൻ make this. കൃപകൾക്കായി സ്തുതിക്കുന്നു. We thank you for your grace and mercy. യേശുവിന്റെ നാമത്തിൽ തന്നെ In Jesus' name, സജി പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. we request Saji Pastor to come forward and Thank pray. you. Amen.
കണ്ണുകളെ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Can we bow our heads and pray together? നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. Can we all stand in God's presence as well? എല്ലാ കണ്ണും അടച്ചാട്. Can we all close our eyes? നമ്മുടെ ദൈവാത്മാവ് ഇന്ന് രാവിലെ ഇന്ന് വൈകിയ സമയം ആധികാരികമായി സംസാരിക്കുകയായിരുന്നു. Holy Spirit was speaking to each one of us this നമ്മെ afternoon. കേൾപ്പിച്ച വചനം വിശ്വസിക്കുമ്പോഴാണ് അവിടെ ആത്മശക്തി തുറക്കുന്നത്. When we believe the word of God, then the power of the Holy Spirit is released there. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങളായിരുന്നു നാം കേട്ടത്. We were hearing the word of God that was sent forth from the throne room of God. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. There is nothing impossible with God. വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യമാണ്. And all those who believe, everything is possible for those who believe. എല്ലാ അധരങ്ങളും തുറന്ന് 1-2 മിനിറ്റ് പ്രാർത്ഥിച്ചു. Can we all open our mouths and pray for a few minutes? നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. Something that is going to change your life. God is going to do a mighty work. ദൈവാത്മാവിനാലുള്ള ദൈവശക്തിയുടെ പ്രദർശനങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. We are going to see the manifestation of the power of the Holy Spirit. എല്ലാ ശാപങ്ങളും പൊളിഞ്ഞു മാറി നിങ്ങൾ അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. Every curse is going to be broken and you are going to become a blessing. സകല രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുകയാണ്. He will heal all your diseases. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്നവൻ ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. He who can change your situation is here today. കുടുംബങ്ങളുടെ ചരിത്രങ്ങൾ ദൈവാത്മാവ് മാറ്റുകയാണ്. He is going to change the history of your family. മാനസിക സമ്മർദ്ദങ്ങളെ ദൈവാത്മാവ് എടുത്തു മാറ്റുകയാണ്. All the mental tensions he is going to remove today. പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു. Holy Spirit's hand is over each one of you today. എല്ലാ കണ്ണുമടച്ച് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. Can we all close our eyes and pray for a few minutes? നിങ്ങൾ ആത്മാവിന്റെ വെളിച്ചങ്ങളായി മാറാൻ പോകുന്നു. You are going to become the light of the Spirit. നിങ്ങളിലൂടെ അനേകർ ഈ കൂട്ടായ്മയിലേക്ക് വരാൻ പോവുകയാണ്. And through you many are going to come to this meeting. നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറാൻ You പോകുന്നു. are going to become a blessing. നിങ്ങളുടെ ബൗണ്ടറികൾ പൊളിയാൻ പോകുന്നു. Your boundaries are going to be enlarged. നിങ്ങളെ പേടിപ്പിക്കുന്ന പല മേഖലകളുടെ മേൽ ദൈവാത്മാവ് ജയം തുറക്കാൻ പോവുകയാണ്. God is going to give you victory over many situations that's scaring you സകല now. പൈശാചിക വ്യാപാരങ്ങളെ ഞങ്ങൾ ശാസിക്കുകയാണ്. We rebuke every work of the devil. ഇപ്പോൾ ശരീരങ്ങളിൽ ഫ്രീഡം ഉണ്ടാകട്ടെ. Let there be freedom in the body. ശരീരങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. Let there be freedom in the body. സകല ബാരിയറുകൾ പൊളിയട്ടെ. Let all barriers be broken. സകല ശാപ വേരുകൾ തകരട്ടെ. Let the root of every curse be broken. ഇപ്പോൾ അത് പൊളിയുകയാണ്. ഇപ്പോൾ അത് It is പൊളിയുകയാണ്. being broken right now. നിരാശകൾ പൊളിഞ്ഞു മാറുന്നു. Let all depression be removed in Jesus' ജീവിതത്തിൽ name. ലക്ഷ്യം നഷ്ടപ്പെട്ട അവസ്ഥകളുടെ മേൽ ദൈവത്തിന്റെ കരം തുറക്കുകയാണ്. All those who have become aimless in life, God's hand is upon your life. കുടുംബങ്ങളെ പണിയുന്നവന്റെ കരം ഇറങ്ങി നിൽക്കുന്നു. The hands those who build families is ശകതുനാദന here. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. അന്യഭാഷ പ്രാർത്ഥിച്ചു. ശബദ്ധനാദിനാദന അന്തൽ ഘടകദിനി വിധിനി ഘടകദന ഹദുരബന ഘടകജനാധിരാദന ശബ്ദ ഘടക പരിശുദ്ധാത്മാവിന്റെ കരവിരെ തൊടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മതല തുറന്നു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റിസറക്ഷൻ പവർ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചുടബ്ദലാദിരാദനാരക പ്രൗഷവന ഘടകദന എല്ലാ അന്യായ ബന്ധനങ്ങളും അഴിയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശബ്ദൽ രേബന ജനാധിരാദന പ്രൗഷവന ഘടകദന റിസറക്ഷൻ പവർ വ്യാപരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചുടാരമ ഹത്തൽ ഘടകദിനി വിധിനി ഘടകദന രക പ്രൗഷവന ഘടകദനാദന പ്രൗഷവന ഘടകദന നല്ലവനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, Our loving, most loving Father, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. we together we look to your face. ഞങ്ങളെ ഒരുമിച്ച് ഈ പട്ടണത്തിൽ അങ്ങ് ഒരുമിച്ച് കൂട്ടിയല്ലോ. You brought us all together in this town. മാനുഷികമായി അസാധ്യമെന്ന് പറഞ്ഞിരുന്നത് അങ്ങ് സാധ്യമാക്കി തീർത്തനായി ഞങ്ങൾ നന്ദി We പറയുകയാണ്. thank you that you made possible what is impossible to man. ഞങ്ങളുടെ ചെറിയ ആരംഭങ്ങളെ അങ്ങ് വലുതാക്കുന്ന ദൈവമാണല്ലോ. You are going to make our small beginnings into big meetings. Lord. പരിശുദ്ധാത്മാവിയുടെ ഇത് തുടങ്ങിയെങ്കിൽ If Holy Spirit has started here ഇതിന് today, മേൽ വലിയ മഹത്വം അങ്ങ് തുറക്കണമേ. oh, we pray that your mighty glory will come upon ഈ us. പട്ടണത്തെ സ്പർശിക്കുന്ന ഒന്നായി മാറാൻ ഞങ്ങൾ And പ്രാർത്ഥിക്കുന്നു. we pray that it will touch this town. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് കാണിച്ച ദർശനത്തിനായി ഞങ്ങൾ നന്ദി We പറയുകയാണ്. thank you for the vision that the Holy Spirit showed the ഈ other day. പട്ടണത്തെ തൊടുന്നതായി ഇത് മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray that this meeting will touch this town. മീഡിയയിലൂടെ ദൈവാത്മാവിന്റെ ചലനം ഈ പട്ടണത്തിൽ തുറക്കട്ടെ. And through the media, what is happening in this town will be spread around the world. പകലോട് വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. I pray for each one who's gathered here this morning. ഓരോ കുടുംബങ്ങൾക്കായി ഞങ്ങൾ We പ്രാർത്ഥിക്കുന്നു. pray for each family who's gathered here. വേദനയോടെ വന്നവരുണ്ട്. All those who have come here with great pain. നിരാശയോടെ വന്നവരുണ്ട്. People with depression came here. ജീവിതത്തിൽ വഴിമുട്ടി വന്നവരുണ്ട്. The people who came who had no way forward. ഇന്ന് വൈകിയ സമയം ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുകയാണ്. But this evening we bless all of them. ഇപ്പോൾ അവരെ മേൽ ദൈവകരം ഇറങ്ങി വരാൻ ഞങ്ങൾ And we പ്രാർത്ഥിക്കുന്നു. pray that the hand of
God will be upon each one of them. എലീശയുടെ മേൽ ഇറങ്ങി വന്ന ദൈവാത്മാവിന്റെ കരവരം ഇറങ്ങി വരട്ടെ. We pray that the hand that came upon Elisha will come upon the people now. ഇവരുടെ ജീവിതം ജയമായി മാറാൻ ഞങ്ങൾ I പ്രാർത്ഥിക്കുന്നു. pray that their lives will become a victorious life. ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് മരണം വഴിമാറട്ടെ. And let death be removed from their family. ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് ശാപങ്ങൾ വഴിമാറട്ടെ. We pray that the curse from their families will be removed. ഇപ്പോൾ അവ സംഭവിക്കട്ടെ. And let it happen now. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. We don't have silver or gold, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. but we give you what we have. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. In the name of Jesus be healed. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുക. In the name of Jesus receive blessing. divine റിലങ്ങൾ ഓപ്പൺ ആകട്ടെ. Let divine realms be open. ആത്മാവ് ഓപ്പൺ ആകട്ടെ. Holy Spirit move amongst us. സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകട്ടെ. The spiritual realm be open amongst ആത്മാവിന്റെ us. കണ്ണ് തുറന്നു വരട്ടെ. Let their spiritual eyes be open. വർഷങ്ങളായി ഇവരെ തകർക്കുന്ന വ്യാപാരങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞു മാറട്ടെ. Let everything that has been destroying the people for years be broken now in the name of Jesus. അത്യുന്നതനായ ദൈവത്തിൽ കരമുയർത്തി I raise my hand to Almighty God. ഉടമ്പടിയുടെ ദൈവമായ യഹോവയുടെ നാമം ചൊല്ലി In the name of the God of covenant, ഞങ്ങൾ ഇവരെ I അനുഗ്രഹിക്കുകയാണ്. bless the people. ഈ അനുഗ്രഹം ഇവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. May the blessings manifest on the people. ഇവരെ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കട്ടെ. Let there be financial breakthroughs. ദൈവാത്മാവ് ഇവരുടെ മേൽ വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം. We thank you for opening doors for the people. എവിടെയൊക്കെയാണ് ഇവർ സ്ട്രെസ് അനുഭവിക്കുന്നത് അവിടെ മുഴുവൻ ദൈവപ്രവർത്തികൾ തുറക്കട്ടെ. And let God's work in every area that they are facing stress. യഹോവയുടെ മുഖം ഇവരുടെ മേൽ തിരുപ്രകാശിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. We thank you because your face is going to shine upon the people here. അത്യുന്നതനായ ദൈവത്തിന്റെ നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. I bless people in the name of the Almighty Father. അനുഗ്രഹമായി മാറട്ടെ. May they all become a blessing. അടുത്തൊരു മാസം അനുഗ്രഹത്തിൽ ജീവിക്കട്ടെ. May they live the next month in blessing. അടുത്ത മാസത്തെ മീറ്റിംഗിലേക്ക് ഇവർ വരുമ്പോൾ പലരെയും കൊണ്ടുവരട്ടെ. And when they come for the next meeting, may they bring many people. ഇവർ സാക്ഷ്യങ്ങളായി മാറട്ടെ. Let them become testimonies. ഞങ്ങളുടെ സുശേഷ ദേവദാസനായ സ്തോത്രം. We thank you for the man of God who ministered to us. വീണ്ടും ആഴത്തിലേക്ക് കൊണ്ടുപോകണമേ. We pray that you'll take him into deeper truth. അസാധാരണമായ വരങ്ങൾ തുറന്നു കൊടുക്കണമേ. And we pray that spiritual gifts will manifest on him. മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന റിസറക്ഷൻ പവർ തുറക്കാൻ ഞങ്ങൾ And we pray for the resurrection power that raises people from the dead as well ഈ to be മിനിസ്ട്രി manifest. രാജ്യത്തെ തൊടാൻ ഞങ്ങൾ And we പ്രാർത്ഥിക്കുന്നു. pray this ministry will touch this country. യുകെയിൽ ഒരു ഉണർവ് ദൈവമായിരിക്കാൻ ഞങ്ങൾ We പ്രാർത്ഥിക്കുന്നു. pray for God to send a revival to UK. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. We thank you for doing that. മഹത്വം കുഞ്ഞാടിന് All glory to God. പ്രാർത്ഥനകടമനായ സ്തോത്രം. We thank you for hearing our prayer. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ In the name of our Lord and Savior Jesus Christ. Amen. Amen. God bless you. God bless you. We request Pastor to say the benediction. Just lift up your two hands unto the Lord. Lift up your two hands unto the Lord. Just say after me today, what I have received will be permanent in my life, will be permanent in my family, will be permanent in everything around me. The blessings of God that maketh rich and addeth no sorrow shall be my portion. I will rest in the Lord, and I will come back to this meeting to receive more blessings. May it be your portion today. In the name of Jesus. Father, we thank you. Thank you for the man of God. Keep blessing and keep lifting him. Whatever he has released, replenish 100-folds. Anoint him the more to minister. Thank you for the interpreter. May the grace of God rest upon you. Father, we give you praise. Just wave your hand unto God in faith and believe that you have received exceedingly and above all we ask or think or imagine, according to the power that worketh in us, which is the power of the Holy Spirit. May it energize us. As we step out of this hall, we are stepping into the glory of God. We are stepping into the blessings of God. We are stepping into the love of God. We are stepping into the grace of God. We are stepping into the fullness of the Holy Spirit. Thank you for answering us. We give you praise. We give you honor. In Jesus' name. May the grace of our Lord and Savior Jesus Christ, the love of God, and the sweet communion of the Holy Spirit
rest and abide with us now forevermore. Amen. Surely goodness and mercy shall follow us all the days of our life, and we shall dwell in the house of the Lord forever and ever. Amen.